അടുത്ത ടോപ്പിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഓഫ് സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ്. നമ്മൾ ഒക്ടാഹെഡ്രൽ സബ്സ്റ്റിറ്റ്യൂഷൻ പഠിച്ച സമയത്ത് നമ്മൾ കൊബാൾട്ട് 3 കോംപ്ലക്സുകളാണ് കൂടുതലായിട്ട് എക്സാമ്പിൾ എടുത്തിരുന്നത്. അതുപോലെ സ്ക്വയർ പ്ലാനാറിൽ എടുക്കുന്ന സമയത്ത് പ്ലാറ്റിനം 2 കോംപ്ലക്സുകളാണ് നമ്മൾ മോഡലായിട്ട് എടുക്കുക. അതിന് കാരണം അവരുടെ സ്റ്റെബിലിറ്റി, പിന്നെ ഈസ് ഓഫ് പ്രിപ്പറേഷൻ, പിന്നെ ഒരു സ്ലോ റിയാക്ഷൻസ് ആണ് ഇതിൽ. അപ്പം നമുക്ക് കറക്റ്റായിട്ട് പഠിക്കാനുള്ള ഗ്യാപ്പ് കിട്ടും, അങ്ങനത്തെ ഒക്കെ. പിന്നെ അത് അവരുടെ റേറ്റ് കോൺസ്റ്റൻറ്റ്, സബ്സ്റ്റിറ്റ്യൂഷൻ റേറ്റ് കോൺസ്റ്റൻറ്റ് എന്നൊക്കെ പറയുന്നത് കൊബാൾട്ട് 3 ഒക്ടാഹെഡ്രൽ എടുക്കുന്ന കോംപ്ലക്സിനോട് സെയിം ക്ലോസ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. നമ്മൾ സാധാരണയായിട്ട് പ്ലാറ്റിനം കോംപ്ലക്സുകളിൽ ഡൈയിൻ വരുന്ന കേസുകളാണ് മോഡലെടുക്കുക. പ്ലാറ്റിനം ഡൈയിൻ X+. X ആണ് നമ്മുടെ ഹാലൈഡ് അയോൺ, ഡൈയിനാണ് നമ്മുടെ ഡൈ എത്തിലീൻ ട്രൈയമീൻ. അപ്പോൾ ഇതൊരു ട്രൈഡൻറ്റിറ്റി ലിഗാനാണ്, നിങ്ങൾക്ക് അറിയുണ്ടാവും. 3 കോർഡിനേഷൻസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് പ്ലാറ്റിനം ഉണ്ട്, X എന്ന് പറയുന്ന ഹാലൈഡ് ഉണ്ട്, പിന്നെ ട്രൈയിൻ 3 കോർഡിനേഷൻ വന്നു, NH2 NH2 NH, പിന്നെ NH NH2 തമ്മിൽ ഒരു ബോണ്ട്, പിന്നെ NH NH2 തമ്മിൽ അവിടെ ഒരു ബോണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. പ്ലസ് ചാർജ് ഉണ്ടായിരിക്കും ഇതിൽ. നമുക്ക് SN2 അസോസിയേറ്റഡ് SN2 മെക്കാനിക്സ് ആണ് സ്ക്വയർ പ്ലാനാറിൻ്റെ കേസിൽ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ എവിഡൻസും കൂടെ പഠിക്കാനുണ്ട്. ഇനി അതിലൊരു എക്സാമ്പിൾ നോക്കുകയാണ് പ്ലാറ്റിനം കോംപ്ലക്സ്. ഇപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് പ്ലാറ്റിനം PtCl4 2- H2 ആയിട്ട് റിയാക്ട് ചെയ്തു, റീപ്ലേസ് ചെയ്തു ഒരു Cl-നെ H2 വെച്ചിട്ട്. ഇനി നമ്മൾ PtCl4 പകരം PtCl3 എടുത്തു എന്ന് വിചാരിക്കുക. അതും ഇതുപോലെ റീപ്ലേസ് ചെയ്ത റിയാക്ഷൻ. അതുപോലെ PtCl2 എടുത്തു, PtCl എടുത്തു. അങ്ങനത്തെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 4 എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ചാർജ് നോക്കുന്ന സമയത്ത് ആദ്യത്തെ പ്ലാറ്റിനം കോംപ്ലക്സിൻ്റെ ചാർജ് -2 ആയിരുന്നു, പിന്നെ -1 ആയി, പിന്നെ ന്യൂട്രലായി, 0 ആയി, പിന്നെ +1 ആയി. അപ്പോൾ ചാർജ് -2ൽ നിന്ന് +1ലേക്ക് മാറുകയാണ്. അതേസമയം അത്രയും ചാർജ് ഡിഫറൻസ് ഉണ്ടായിട്ടും റേറ്റ് വലിയ വ്യത്യാസമില്ല, അതായത് ചെറിയ ഇഫക്റ്റേ റേറ്റിലുള്ളൂ എന്നുള്ളതാണ് നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയത്. അപ്പോൾ ഈ PtCl ബോണ്ട് പ്ലാറ്റിനത്തിനോട് ഓൾറെഡി ഹാലൈഡ് അയോൺ അത്രയും കോർഡിനേറ്റഡ് ആയിട്ടാണ്, അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് കൂടും തോറും, അതായത് ആ മെറ്റൽ കൂടുതൽ പോസിറ്റീവ് ആകും തോറും പ്ലാറ്റിനം Cl ബോണ്ടിൻ്റെ എന്താ പറയുക ബ്രേക്കിങ് ബുദ്ധിമുട്ടാണ്. പക്ഷേ അതേസമയം പുതിയ ബോണ്ട് ഫോർമേഷൻ എളുപ്പമാവും ചെയ്യും. അപ്പോൾ എന്താണ് അതിനർത്ഥം? അതിൽ ബോണ്ട് മേക്കിങ്ങും ബോണ്ട് ബ്രേക്കിങ്ങും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ അസോസിയേറ്റീവ് SN2 മെക്കാനിസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ എവിഡൻസ്. ഇനി അഥവാ SN1 മെക്കാനിസം ആയിരുന്നു എങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഈ ഏതാണോ ഡിപ്പാർട്ട് ചെയ്യുന്ന ഗ്രൂപ്പ്, അതായത് ലിവിങ് ഗ്രൂപ്പിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ഈ ബോണ്ട് ബ്രേക്കിങ്ങിൻ്റെയും ബോണ്ട് മേക്കിങ്ങിൻ്റെ ഒക്കെ, ബോണ്ട് ബ്രേക്കിങ്ങിൻ്റെ മെയിനായിട്ട് റേറ്റിനെ ഇഫക്റ്റ് ചെയ്യും, അതേപോലെ റേറ്റ് കോൺസ്റ്റൻറ്റിനെയും ഇഫക്റ്റ് ചെയ്യും. പക്ഷേ ഇങ്ങനെയുള്ള ഒരു റേറ്റിൻ്റെ വ്യത്യാസം, അതായത് ഡിപ്പാർട്ടിംഗ് ഗ്രൂപ്പിൻ്റെ നേച്ചർ മാറുന്നതിനനുസരിച്ച് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ്റെ റേറ്റ് മാറുന്നതായിട്ട് നമുക്ക് കണ്ടില്ല. അപ്പോൾ SN1 റിയാക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് അതിനർത്ഥം. അതാണ് രണ്ടാമത്തെ എവിഡൻസ്. ഇനി മൂന്നാമത്തെ എവിഡൻസ് എന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് എൻറ്ററിങ് ഗ്രൂപ്പ്. വരുന്ന ഗ്രൂപ്പിൻ്റെ നേച്ചറിൻ്റെ വ്യത്യാസം അനുസരിച്ച് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ്റെ റേറ്റിന് എന്താ പറയുക ചേഞ്ച് വരുന്നതായിട്ട് കണ്ടു. അതായത് ലീവിങ് ഗ്രൂപ്പിൻ്റെ നേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പക്ഷേ എൻറ്ററിങ് ഗ്രൂപ്പിൻ്റെ നേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പിൽ വരുന്നതുകൊണ്ട്. അപ്പോൾ ഇത് അസോസിയേറ്റീവ് SN2 മെക്കാനിസത്തിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയതുകൊണ്ട് അതാണ് അടുത്ത എവിഡൻസ്. ഇനി റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷൻ ആണ് ഈ കോംപ്ലക്സിൽ കിട്ടിയിട്ടുള്ളത്. സിസ് ആണെങ്കിൽ സിസ് കിട്ടും, ട്രാൻസ് ആണെങ്കിൽ ട്രാൻസ് കിട്ടും. അപ്പോൾ ഇതൊരു ട്രൈഗണൽ ബൈപിരമിഡ് ഇൻ്റർമീഡിയറ്റ് ആണ് ഇടയിൽ വരുന്നത്, കോർഡിനേഷൻ നമ്പർ 5 വരുന്നത്. ഇത് നമ്മുടെ എന്താണ് അസോസിയേറ്റീവ് ടൈപ്പിൻ്റെ എവിഡൻസ് ആണ്. കാരണം ഡിസോസിയേറ്റീവ് SN1 ആയിരുന്നെങ്കിൽ അതൊരു 3 കോർഡിനേറ്റ് ഇൻ്റർമീഡിയറ്റ് ആവുമായിരുന്നു. പക്ഷേ ഇവിടെ 5 കോർഡിനേറ്റ് ഇൻ്റർമീഡിയറ്റ് ആണ്. ഇതിൻ്റെ സ്ക്വയർ പ്ലാനറിനാണ് പറയുന്നത്, ഒക്ടാഹെഡ്രലായിട്ട് കൺഫ്യൂഷൻ ആവരുത്. സ്ക്വയർ പ്ലാനറിൻ്റെ കേസിലാണ് പറയുന്നത്. അപ്പോൾ ഈ ഇൻ്റർമീഡിയറ്റിൽ നമുക്ക് സിസ് ആവാം, ട്രാൻസ് ആവാം, എൻറ്ററിങ് ഗ്രൂപ്പ്. ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ നടന്നേനെ SN1 ആയിരുന്നെങ്കിൽ, പക്ഷേ ഇവിടെ റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ ഇത് SN2 ആണെന്നാണ് എവിഡൻസ്. ഇപ്പോൾ ഇവിടെ നോക്കുന്ന ട്രാൻസ് റിയാക്റ്റൻറ്റ് എൻറ്ററിങ് ഗ്രൂപ്പ് വന്നിട്ട് അതൊരു ട്രൈഗണൽ ബൈപിരമിഡ് ഇൻ്റർമീഡിയറ്റ് ആണ് ഫോം ചെയ്യുന്നത്. എൻറ്ററിങ് ഗ്രൂപ്പ് വന്നിട്ട് D എന്ന് പറയുന്നത് പോയിട്ട് അവിടെ E വന്നു. ഇപ്പോൾ ട്രാൻസ് പ്രൊഡക്റ്റ് തന്നെ കിട്ടി. ട്രാൻസ് ആയിരുന്നു റിയാക്റ്റൻറ്റ്, പ്രൊഡക്റ്റും ട്രാൻസ് തന്നെ. ഇനി ബൾക്കിനെസ് കൂടുന്നതിനനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കുറയും. ഇപ്പോൾ C ആൽക്കൈൽ ഡൈഇൻ അതാണ് വരുന്നത് വിചാരിക്കുക, ഡൈഇന് പകരം. അപ്പോൾ അതിൻ്റെ റേറ്റ്
കെയുടെ റേറ്റ് കെ ബിയുടെ റേറ്റ്, കെയുടെ റേറ്റ് ഗ്രേറ്റർ ദാൻ കെ ബി ആണ് നമുക്ക് കിട്ടി. കെ ബിയുടെ വാല്യൂ കുറയാനുള്ള കാരണം സി ആൽക്കൈൽ ഡൈയിൻ അല്ല ഡൈഇഎൻ അതിൻ്റെ ബൾക്കിനെസ് കാരണമാണെന്ന് മനസ്സിലാക്കി. അതായത് ബൾക്കിനെസ് കൂടുന്തോറും എൻഡറിങ് ഗ്രൂപ്പിൻ്റെ അറ്റാച്ച്മെൻറ്റ് കുറയ്ക്കുകയാണ് ചെയ്യുക. ഇത് നമ്മുടെ അസോസിയേറ്റീവ് എസ് എൻ ടൈപ്പ് മെക്കാനിസത്തിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും SN1 SN2 ക്യാരക്ടറിസ്റ്റിക്സ് അതിൽ വരുന്നതാണ്. അപ്പോൾ SN1 ആയിരുന്നെങ്കിൽ ഈ ബൾക്കിനെസ് ബൾക്കിനെസ് കൂടുന്തോറും സബ്സ്റ്റിറ്റ്യൂഷൻ റേറ്റ് കൂടിയാണ്, പക്ഷേ ഇവിടെ കുറയാണ് ചെയ്യുന്നത്. ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഈ ലീവിങ് ലിഗാൻഡിൻ്റെ ട്രാൻസ് ആയിട്ട് വരുന്ന ലിഗാൻഡ് അതിൻ്റെ നേച്ചർ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഏത് ലിഗാൻഡാണ് ലീവ് ചെയ്യുന്നത് അതിന് ട്രാൻസ് ആയിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന ലിഗാൻഡിന് ഒരു ഇഫക്റ്റ് ഉണ്ടാക്കുക, അതിനാണ് ട്രാൻസ് ഇഫക്റ്റ് എന്ന് പറയാം. നമുക്ക് പഠിക്കാനുണ്ട്, അങ്ങനൊരു ഫാക്ടറും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ ഈ സ്ട്രോങ്ങർ ട്രാൻസ് ഇഫക്റ്റ് ആണെങ്കിൽ അത്രയും ഇഫക്റ്റ് ചെയ്യും സബ്സ്റ്റിറ്റ്യൂഷൻ ലീവിങ് ലിഗാൻഡിനെ. ഇതുപോലെ സിസ്സിനും ട്രാൻസ് ഇഫക്റ്റ് പോലെ സിസ് ഇഫക്റ്റും ഉണ്ട്, പക്ഷേ ട്രാൻസ് ഇഫക്റ്റ് ആണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻറ്റ്, സിസ് അല്ല. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇനി ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ സ്ക്വയർ പ്ലാനറിൻ്റെ തന്നെ വേറൊരു നോട്ടാണ്. അപ്പോൾ അതിലില്ലാത്ത പോയിൻറ്റ്സ് ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാം. നമ്മുടെ ഈ പ്ലാറ്റിനം കോംപ്ലക്സ് എടുക്കാനുള്ള കാരണം നേരത്തെ പറഞ്ഞു സ്ലോ റിയാക്ഷൻ ആണ്, അപ്പോൾ ഈസിയർ ടു സ്റ്റഡി ആണ്. ഇനി ഇതിൽ എന്തുകൊണ്ടാണ് ഈ അസോസിയേറ്റീവ് ഡിസോസിയേറ്റീവ് അതിൻ്റെ ഡിഫറൻസും കൂടെ കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. നമ്മളിപ്പോൾ നിക്കൽ ടു പ്ലാറ്റിനം ടു പലേഡിയം ടു ഈ 3 സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ് എടുക്കുന്ന സമയത്ത് എല്ലാത്തിനും 5 empty മെറ്റൽ ഓർബിറ്റലുണ്ട്. ഒരു D, 1 S, 3 P അങ്ങനെ 5 ഓർബിറ്റൽസ് ഉണ്ട്. അപ്പോൾ ഇതിൽ കമ്പയറബിൾ എനർജിയാണ്, അപ്പോൾ നമുക്ക് സിഗ്മ ബോണ്ടിങ്ങിന് ഉണ്ടാക്കാം. പക്ഷേ സ്ക്വയർ പ്ലാനർ കോംപ്ലക്സിൻ്റെ പ്രത്യേകത 4 ലിഗാൻഡും ഒരു മെറ്റലാണ് വരുന്നത്. അപ്പോൾ ഈ മെറ്റലിന്മേ 4 സിഗ്മ ബോണ്ട് 4 ഓർബിറ്റിൽ സിഗ്മ ബോണ്ടിങ് വഴി നമുക്ക് 4 ലിഗാൻഡ്സിനെ ഇൻകോർപ്പറേറ്റ് ചെയ്തു. 5ാമതൊരു ഓർബിറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അത് നമുക്ക് ആ ഓർബിറ്റിൽ നമുക്ക് അറ്റാക്കിംഗ് ലിഗാൻഡ് അല്ലെങ്കിൽ എൻഡറിങ് ലിഗാൻഡിന് വേണ്ടിയിട്ട് ഇലക്ട്രോൺസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു 5 കോർഡിനേറ്റഡ് ഇൻ്റർമീഡിയറ്റ് ആണ് കിട്ടുക. ആ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് അതായത് ഇൻ്റർമീഡിയറ്റിൻ്റെ ആ സ്റ്റേറ്റിൽ 4 കോർഡിനേറ്റ് ആയിട്ടുള്ള SP പിരമിഡലല്ല ഇതാണ് കിട്ടുക, ട്രയഗണൽ പിരമിഡിലാണ് നമുക്ക് കിട്ടുക. അത് അസോസിയേറ്റീവ് എസ് എൻ മെക്കാനിസത്തിൻ്റെ എവിഡൻസ് ആണ്. നേരത്തെ പറഞ്ഞ കാര്യത്തിൻ്റെ തന്നെ ചില പോയിൻറ്റ്സിൽ ഇലാബറേഷനാണ്. പിന്നെ അതുപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ്റെ റേറ്റ് നമ്മുടെ റിയാക്റ്റിംഗ് കോംപ്ലക്സിൻ്റെ റിയാക്ടിവിറ്റിയുടെ കോംപ്ലക്സിൻ്റെ നേച്ചർ അനുസരിച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പ്ലാറ്റിനം, പലേഡിയം, നിക്കൽ 3ൻ്റെ എക്സാമ്പിളാണ് കൊടുത്തത്. പ്ലാറ്റിനത്തിൻ്റെ നിക്കലിൻ്റെ റേറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ്, രണ്ടാമത്തെ പലേഡിയം വെച്ചിട്ടുള്ള റിയാക്ഷനേക്കാളും ഒരു 50 times ഫാസ്റ്റർ ആണെന്ന് കിട്ടി. അതിനേക്കാളും മറ്റേ പ്ലാറ്റിനം വെച്ചിട്ടുള്ളതിനേക്കാളും ഒരു 1 lakh times കൂടുതലാണ് രണ്ടാമത്തെ റിയാക്ഷൻ പലേഡിയം വെച്ചിട്ടുള്ളത്. അതായത് ഏറ്റവും ഫാസ്റ്റ് നിക്കലാണ്, പിന്നെ പലേഡിയം, പിന്നെ പ്ലാറ്റിനം. അപ്പോൾ പ്ലാറ്റിനം സ്ലോ ആയതുകൊണ്ട് നമ്മൾ അത് വെച്ചിട്ടാണ് നിൽക്കുക. അതായത് നിക്കലിന് ഈ കോർഡിനേഷൻ നമ്പർ എക്സ്പാൻഡ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ് ദാൻ നിക്കലാണ് ഏറ്റവും എളുപ്പം, പിന്നെ പലേഡിയം, പിന്നെ പ്ലാറ്റിനം. അതുകൊണ്ടാണ് കോർഡിനേഷൻ നമ്പർ എക്സ്പാൻഡ് ചെയ്യാനുള്ള കഴിവനുസരിച്ചിട്ടാണ് ഇതിൻ്റെ റിയാക്ടിവിറ്റി കൂടുന്നത്. എക്സിസ്റ്റ് പാരലിസം ബിറ്റ്വീൻ റിയാക്ടിവിറ്റി ഓഫ് സ്ക്വയർ പ്ലാനർ കോംപ്ലക്സസ് ആൻഡ് ദ ഈസ് വിത്ത് വിച്ച് ദീസ് അയോൺസ് എക്സ്പാൻഡ് ദെയർ കോർഡിനേഷൻ നമ്പർ. എത്ര എളുപ്പത്തിൽ പറ്റും അത്രയും റിയാക്ഷൻ റേറ്റ് കൂടും. അപ്പോൾ പ്ലാറ്റിനത്തിന് പതുക്കെ പറ്റുള്ളൂ, അതുകൊണ്ട് സ്ലോ ആണ്, പക്ഷെ അതാണ് നമുക്ക് സ്റ്റഡി ചെയ്യാൻ എളുപ്പം. ഇനി അതുപോലെ തന്നെ ഈ ഇൻ്റർമീഡിയറ്റിൻ്റെ ഫോർമേഷൻ ഹൈ കോർഡിനേഷൻ നമ്പർ ഇൻവോൾവ് ചെയ്യുന്നത്. അതായത് കോർഡിനേഷൻ നമ്പർ കൂട്ടാണല്ലോ ചെയ്യേണ്ടത്, ഇൻ്റർമീഡിയറ്റിന് 5 ആക്കാണല്ലോ വേണ്ടത്. അപ്പോൾ ഇത് കൂട്ടാനുള്ള ടെൻഡൻസി ഉള്ളതനുസരിച്ച് റേറ്റ് കൂടുന്നത് കൊണ്ട് ഇതും അസോസിയേറ്റീവ് മെക്കാനിസത്തിൻ്റെ SN2 മെക്കാനിസത്തിൻ്റെ എവിഡൻസ് ആണ്. ഇതിന് ചെറിയൊരു ഡെറിവേഷൻ, ചെറിയൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. നിങ്ങൾ PT LnCl4-L അങ്ങനത്തെ ഒരു മൊളിക്യൂൾ നമ്മൾ കോംപ്ലക്സ് നമ്മൾ കൺസിഡർ ചെയ്യുക. Y എന്ന് പറയുന്നത് നമ്മുടെ എൻഡറിങ് ലിഗാൻഡാണ്. CLൽ ഒരു CL ആണ് നമ്മൾ ലീവ് ചെയ്യുക. L ഒരു യൂണിറ്റ് ഡെൻഡേറ്റ് ലിഗാൻഡാണ്. N എന്ന് പറയുന്നത് 0 to 3 ആവും, പ്ലാറ്റിനത്തിൻ്റെ കൂടെയുള്ള ലിഗാൻഡ്. അപ്പോൾ അതിൽ ഈ സ്പീഷീസ് ഒന്നുകിൽ ലെഫ്റ്റ് ടു റൈറ്റ് ഉള്ളത് ഒന്നെങ്കിൽ ന്യൂട്രൽ ആവാം, അല്ലെങ്കിൽ ചാർജഡ് ആവാം, നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല തൽക്കാലം. അപ്പോൾ ഇതിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് R = K1 × കോൺസെൻട്രേഷൻ ഓഫ് ഈ ആദ്യത്തെ കോമ്പൗണ്ട് റിയാക്റ്റൻറ്റിൽ സൈഡ് കിടക്കുന്ന കോമ്പൗണ്ട് × Y + K2 × കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് സൈഡ് കിടക്കുന്ന കോമ്പൗണ്ട്. അങ്ങനെയാണ് നമുക്ക് കിട്ടിയത്.
അതായത് +K2 ഒരു ഫാക്ടറും കൂടെ ഉണ്ട്. അതിനർത്ഥം നമുക്ക് എവിഡൻസ് കിട്ടിയത് അങ്ങനെയാണ്. അപ്പോൾ അതിനർത്ഥം എന്താ, 2 ഇൻഡിപെൻഡൻറ്റ് പാത്തിൽ കൂടെ ഈ റിയാക്ഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഒന്നാമത്തെ ഇൻഡിപെൻഡൻറ്റ് പാത്ത് എന്ന് പറയുന്നതാണ് ആദ്യത്തെ K1ൻ്റെ കാര്യം കൊടുത്തിട്ടുള്ള K1ൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് PTLN Cl4-n ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Y. അതാണ് നമ്മുടെ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ്. ഇതിൽ നമ്മൾ അസോസിയേറ്റീവ് SN2 മെക്കാനിസം ആണ് നമ്മൾ പറഞ്ഞു. ഇനിയുള്ളതാണ് അടുത്ത ഒരു സെക്കൻഡ് ഒരു റിയാക്റ്റിംഗ് പാത്ത് പോസിബിൾ ആയിട്ടുള്ളത് K2 കോൺസെൻട്രേഷൻ ഓഫ് PTLN Cl4-n. ഇതിൻ്റെ അർത്ഥം എന്താണ്, ഇതിൽ Y ലിഗാൻഡിൻ്റെ അറ്റാക്ക് ഭയങ്കര ഫാസ്റ്റാണ്. അപ്പോൾ അത് റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് അല്ല, പകരം ഇതൊരു സ്ലോ അക്വേഷൻ റിയാക്ഷൻ ആണ്. സ്ലോ അക്വേഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഈ മോളിക്യൂൾ വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന റേറ്റ് ഇക്വേഷനും കൂടെ നമ്മൾ ഈ കേസിൽ കൺസിഡർ ചെയ്തു. അപ്പോൾ വാട്ടറായിട്ട് റിയാക്ട് ചെയ്തു കിട്ടി. ഇനി ആദ്യം വാട്ടറായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു ക്ലോറിനെ വാട്ടർ റീപ്ലേസ് ചെയ്തു. പിന്നെ ആ വാട്ടർ മോളിക്യൂളിനെ നമ്മുടെ പുതിയ ലിഗാൻഡ് റീപ്ലേസ് ചെയ്തു. ഒന്നുകിൽ അക്വേഷൻ വഴിയുള്ളൊരു മെത്തേഡ് പോസിബിളാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് SN2 മെക്കാനിസം പോസിബിളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ തന്നെ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ്, അതായത് ഈ 7ാമത്തെ റിയാക്ഷൻ, അതായത് സ്ലോ അക്വേഷൻ റിയാക്ഷനിലെ ഫസ്റ്റ് റിയാക്ഷൻ ഇതാണ് SN1 SN2 രണ്ടും പോസിബിളാണ്. അപ്പോൾ എന്താ പ്രത്യേകത, ഒന്നാമത്തെ SN1 മെക്കാനിസം കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആദ്യം ഡിസോസിയേഷൻ നടന്നു, ക്ലോറിൻ ഡിസോസിയേറ്റ് ചെയ്തു, ക്ലോറിന് പകരം H2O മോളിക്യൂൾ വന്നു. അപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ ആദ്യത്തെ സ്റ്റെപ്പിനെ വരും K2 കോൺസെൻട്രേഷൻ ഓഫ് പ്ലാറ്റിനം കോംപ്ലക്സ്. ഇനി അതല്ല SN2 മെക്കാനിസം വഴിയാണ് നടക്കുന്നത് വെച്ചാൽ എന്ത് വരും, ആദ്യം അസോസിയേഷനാണ് നടക്കുക. അപ്പോൾ പ്ലാറ്റിനം ആദ്യം വരും, വാട്ടർ മോളിക്യൂൾ ആദ്യം വരും, പിന്നെ ക്ലോറിന് എല്ലാം കൂടെ ഒരു കോംപ്ലക്സ് ഉണ്ടായിട്ട് അതിൽ നിന്ന് ക്ലോറിൻ റിലീവ് ചെയ്ത് പോവാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് K2 കോൺസെൻട്രേഷൻ ഓഫ് PTLN Cl4-n H2O. H2O അക്വേഷൻ റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ വാട്ടറിൻ്റെ പ്രസൻസ് വളരെ കൂടുതലായതുകൊണ്ട് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. K2 കോൺസെൻട്രേഷൻ ഓഫ് ഇത്. അപ്പോൾ സെയിം എക്സ്പ്രഷൻ കിട്ടി SN1 SN2 ആണെങ്കിലും. അപ്പോൾ ഇതിൽ 2 പാത്വേ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ പാത്വേ അക്വേഷൻ ഇല്ലാത്ത, രണ്ടാമത്തെ പാത്വേ അക്വേഷൻ ഉള്ളത്. അപ്പോൾ ഈ അക്വേഷൻ്റെ റേറ്റ് നോക്കുന്ന സമയത്ത് ഈ രണ്ടാമത്തെ പാത്വേയിൽ വളരെ ചെറിയ വേരിയേഷനെ കിട്ടിയിട്ടുള്ളൂ അക്വേഷൻ റേറ്റ് നടക്കുന്നത്. അപ്പോൾ അക്വേഷൻ എന്ന് പറയുന്ന SN1 മെക്കാനിസം ആയിരുന്നെങ്കിൽ പ്ലാറ്റിനം ക്ലോറിൻ ബോണ്ട് ബ്രേക്ക് നടന്നേനെ. അപ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ടായേനെ. അപ്പോൾ പോസിറ്റീവ് ചാർജ് പോസിറ്റിവിറ്റി കൂടുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉള്ളത്. അതായത് SN1 ആയിരുന്നെങ്കിൽ പ്ലാറ്റിനം ക്ലോറിൻ ബോണ്ട് അതിൻ്റെ ബ്രേക്കിങ് ബുദ്ധിമുട്ടായേനെ. അപ്പോൾ ആ അക്വേഷൻ്റെ റേറ്റ് ഇൻക്രീസ് ആവുന്നതിന് പകരം ഡിക്രീസ് ആവുകയാണ് ചെയ്യേണ്ടത്. അതായത് ലോവർ പോസിറ്റീവ് ചാർജ് എത്തുന്ന സമയത്ത് ഏറ്റവും കുറവ് അക്വേഷൻ റേറ്റ് വരണം. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻ നോക്കുന്ന സമയത്ത് SN1 റിയാക്ഷൻ ഇതിന് പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലായത്. റേറ്റ് ഓഫ് SN1 ആയിരുന്നെങ്കിൽ റേറ്റ് ഓഫ് അക്വേഷൻ കൂടും, അപ്പോൾ അത് പറ്റില്ല. റേറ്റ് ഓഫ് അക്വേഷൻ കുറയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ SN1 മെക്കാനിസത്തിൻ്റെ എവിഡൻസ് ആണ്. അതായത് പ്ലാറ്റിനം ക്ലോറിൻ ബോണ്ട് ബ്രേക്ക് ആവുന്നത് ഡിഫിക്കൽട്ട് ആവുകയാണെങ്കിൽ അതേസമയം എന്ത് സംഭവിക്കും, പ്ലാറ്റിനം OH2 ബോണ്ടിൻ്റെ ഫോർമേഷൻ ഈസി ആവണം. അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉള്ളത് ഏതാണ്, SN2 മെക്കാനിസം. കാരണം SN1 മെക്കാനിസത്തിൽ നമ്മൾ അതിൻ്റെ അസോസിയേഷന് വലിയ പ്രാധാന്യം ഇല്ലല്ലോ. പ്ലാറ്റിനം ക്ലോറിൻ ബോണ്ട് ബ്രേക്ക് ചെയ്യാത്ര നമ്മൾ ഉദ്ദേശിക്കുള്ളൂ. പക്ഷേ അസോസിയേറ്റീവ് SN2 എടുക്കുന്ന സമയത്ത് നമുക്ക് ആ പ്ലാറ്റിനത്തിലേക്ക് OH2 ബോണ്ട് ഫോമിങ് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് SN2 മെക്കാനിസം എന്നുള്ളതിൻ്റെ അടുത്തൊരു എവിഡൻസ് ആണ്. ഇതിൻ്റെ SN2 മെക്കാനിസത്തിൻ്റെ ഇല്ലസ്ട്രേഷൻ ആണുള്ളത്. Y1 അറ്റാക്ക് ചെയ്തു, സ്ക്വയർ പിരമിഡ് ഇൻ്റർമീഡിയറ്റ് ആദ്യം ഉണ്ടായി, പിന്നെ അതിന് റീഅറേഞ്ച്മെൻറ്റ് നടന്നിട്ട് ട്രയാഗണൽ ബൈപിരമിഡൽ ഇൻ്റർമീഡിയറ്റ് ആയി, പിന്നീട് വീണ്ടും സ്ക്വയർ പ്ലാനാറായി. എന്നിട്ട് ആ ഇതിൽ ഈ സ്ക്വയർ പ്ലാനറിൻ്റെ Y ആണ് പുറത്ത് പിരമിഡലായിട്ട് നിന്നിരുന്നത്. പിന്നെ ഇവിടെ വരുമ്പോൾ അത് X ആയി പിരമിഡലായിട്ട് നിൽക്കുന്ന, അവസാനം X റിലീവ് ചെയ്ത് പോയിട്ട് നമ്മുടെ കോംപ്ലക്സ് കിട്ടി. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് Y എമ്മിനെ Z ഡയറക്ഷനിൽ നിന്ന് അറ്റാക്ക് ചെയ്തു. Z ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്ഷൻ, കാരണം Z ഓർബിറ്റലാണ് നമ്മുടെ PZ ഓർബിറ്റലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇതിൻ്റെ മെറ്റലിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ Z ഡയറക്ഷൻ എന്ന് കൊടുത്തു എന്ന് മാത്രം. എന്നിട്ട് സ്ക്വയർ പിരമിഡ് എടുത്തു, സ്റ്റേബിൾ ആയിട്ടുള്ള ട്രയാഗണൽ ബൈപിരമിഡ് ഇൻ്റർമീഡിയറ്റിലേക്ക് മാറി, വീണ്ടും കൺവേർട്ട് ചെയ്തു. സെയിം കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ എനർജി ഓഫ് കൺവേർഷൻ ഓഫ് സ്ക്വയർ പിരമിഡൽ ടു ട്രയാഗണൽ ബൈപിരമിഡൽ വളരെ കുറവാണ്. അതായത് അത് രണ്ട് ഇൻ്റർമീഡിയറ്റ് തമ്മിൽ റീഅറേഞ്ച്മെൻറ്റ് സംഭവിക്കുന്നുണ്ടെങ്കിലും വളരെ സ്മോൾ ആണ്. അതുകൊണ്ട് ഇതിൽ വലിയ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ ഓഫ് ലിഗാൻഡ് Y എന്ന് പറയുന്ന ലിഗാൻഡിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വാട്ടറിനേക്കാളും വളരെ വളരെ കുറവാണ്. കാരണം വാട്ടർ നമ്മുടെ സോൾവൻ്റായിട്ടും ലിഗാൻഡായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് റിയാക്ഷൻ വഴി ഈ മോളിക്യൂൾ, ഫസ്റ്റ് പാത്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്വേഷൻ ഇല്ലാത്ത പാത്വേ,
അതിലൂടെ പാസ് ചെയ്യുന്ന ആ വഴി റിയാക്ഷൻ നടത്തുന്നത് എന്ന് പറയുന്നത് സെക്കൻഡ് പാത്തിനേക്കാളും കുറവാണ്. അതായത് വാട്ടറിനെ ലിഗാൻഡായിട്ടും കൂടെ ആക്ട് ചെയ്യുക എന്നുള്ളതിനേക്കാളും കുറവ് മോളിക്യൂളാണ് ഫസ്റ്റ് റിയാക്ഷനിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ സെക്കൻഡ് റിയാക്ഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. സെക്കൻഡ് റിയാക്ഷൻ അക്വേഷൻ ഉള്ളത് SN2 മെക്കാനിസം ആണ്. അപ്പോൾ അതാണ് അത്രയും ഉള്ളത് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ്. ഇനി അതിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ട്രാൻസ് ഇഫക്റ്റ്. എസ്സേ ചോദിക്കും. അപ്പോൾ ഇതിൽ എന്താണ് നേരത്തെ പറഞ്ഞ ട്രാൻസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ അറ്റാച്ച് ചെയ്ത ലിഗാൻഡിൻ്റെ ട്രാൻസ് ആയിട്ട് കിടക്കുന്ന ലിഗാൻഡിൻ്റെ നേച്ചർ അതിന് ഇഫക്റ്റ് ചെയ്യുന്നതാണ് ട്രാൻസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതുണ്ടാക്കുന്ന ഇഫക്റ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ട്രാൻസ് ഇഫക്റ്റ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ്റെ റേറ്റിനെ വളരെയധികമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളാണ് ഇപ്പോൾ പ്ലാറ്റിനം നോക്കുക. ഇതിന് ഒരു കോംപ്ലക്സ് 3 ക്ലോറിനും ഒരു NH3 ആണുള്ളത്. അപ്പോൾ അതിന് മുന്നേ ഇതിനൊരു ഓർഡർ ഉണ്ട്, ട്രാൻസ് ഇഫക്റ്റിൻ്റെ റിയാക്ടിവിറ്റി ഓർഡർ. ഇത് ഏറ്റവും കുറവ് ട്രാൻസ് ഇഫക്റ്റ് കാണിക്കുന്നത് H2O മോളിക്യൂളാണ്. പിന്നെ അതിനേക്കാളും കുറച്ച് കൂടുതൽ OH, പിന്നെ NH3 അങ്ങനെ കൂടി ലാസ്റ്റ് CN- വരും. ഇതിന് തന്നെ റിവേഴ്സ് ഓർഡർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തെറ്റരുത്, ഇതിൽ ആദ്യം CN ആണുള്ളത് കേട്ടോ. 2 നോട്ടുകൾ കമ്പൈൻ ചെയ്താൽ. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ക്ലോറിൻ ഉണ്ട്, NH3 ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ക്ലോറിനാണോ NH3ക്കാണോ ട്രാൻസ് ഇഫക്റ്റ് കൂടുതൽ? ക്ലോറിനാണ്. അവിടെ ക്ലോറിന്, ഇവിടെ NH3. അപ്പോൾ NH3നേക്കാളും കൂടുതൽ ക്ലോറിനാണുള്ളത്. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ എക്സാമ്പിൾ എഴുതാൻ. എക്സാമ്പിൾ എഴുതുമ്പോൾ ഇതിൽ നോക്കുക, ഇതിൽ C2H4 എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഏതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്? ക്ലോറിനാണ്, NH3ക്കല്ല. അപ്പോൾ ക്ലോറിനാണ് ട്രാൻസ് ഇഫക്റ്റ് കൂടുതലെങ്കിൽ ക്ലോറിന് ട്രാൻസ് ആയിട്ട് കിടക്കുന്ന ലിഗാൻഡാണ് സബ്സ്റ്റിറ്റ്യൂഷൻ സംഭവിക്കുക. NH3ക്ക് ആയിരുന്നു ട്രാൻസ് ഇഫക്റ്റ് കൂടുതലെങ്കിൽ NH3യുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ലിഗാൻഡ് ഏതാണോ അതിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ സംഭവിക്കുക. അപ്പോൾ ഇതിൽ ക്ലോറിൻ ഓപ്പോസിറ്റ് ആണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൽ ക്ലോറിൻ നോക്കുമ്പോൾ 2 ക്ലോറിൻ ഗ്രൂപ്പ് നമുക്ക് എന്താ പറയുക, NH3 നമ്മൾ ഓൾറെഡി സബ്സ്റ്റിറ്റ്യൂഷൻ വഴി ഓൾറെഡി കിടക്കുന്നതാണ്, അങ്ങനെ സങ്കല്പിക്കണം കേട്ടോ. PtCl4 എന്ന് പറയുന്ന ഒരു കോംപ്ലക്സിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്ന NH3 വന്നു. അപ്പോൾ NH3 പിന്നെയും പോവില്ല. അപ്പോൾ പിന്നുള്ളത് എന്താണ്? ക്ലോറിനാണ്. ക്ലോറിനുള്ളത് എന്താണ്? ഒന്നുകിൽ NH3യുടെ ഓപ്പോസിറ്റുള്ള ക്ലോറിൻ ആയിരിക്കാം, അല്ലെങ്കിൽ ക്ലോറിന് ഓപ്പോസിറ്റുള്ള ക്ലോറിൻ ആയിരിക്കാം പോകുന്നത്. അപ്പോൾ ക്ലോറിൻ ട്രാൻസ് ഇഫക്റ്റ് കൂടുതലുള്ളത് കൊണ്ട് ക്ലോറിന് ഓപ്പോസിറ്റുള്ള ക്ലോറിനാണ് റീപ്ലേസ് ചെയ്തിട്ട് അവിടെ C2H4 വരിക. അതാണ് ട്രാൻസ് ഇഫക്റ്റ്. അപ്പോൾ NH3യുടെ ക്ലോറിന് ഓപ്പോസിറ്റ് NH3 ഉണ്ടല്ലോ, ആ NH3 എന്താ പോകേണ്ടിരുന്നതെന്ന് വിചാരിക്കരുത്. കാരണം ഓൾറെഡി സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി PtCl4 എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയിട്ടുള്ള ഒരു കോംപ്ലക്സ് ആണ് ഇതിൽ ഇരിക്കുന്നത്. അപ്പോൾ വന്ന NH3 അപ്പം തന്നെ പോവില്ലല്ലോ, അതാണ് അങ്ങനെ ചിന്തിക്കണം. ഇനി വേറൊരു റിയാക്ഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് C2H4ഉം Cl ഉണ്ട്. അപ്പോൾ നമ്മൾ C2H4 ആണോ Cl ആണോ ട്രാൻസ് ഇഫക്റ്റ് കൂടുതലെന്ന് നോക്കാം. ഇതിലിപ്പോൾ Cl ഇവിടെയാണുള്ളത്, C2H4 ഇവിടെയാണത്. അപ്പോൾ കൂടുതലുള്ളത് C2H4 അപ്പോൾ C2H4ന് ഓപ്പോസിറ്റുള്ള ക്ലോറിനാണ് റീപ്ലേസ് ചെയ്യുക. അവിടെ പോയിട്ട് NH3 വന്നു. അങ്ങനെയാണ് ട്രാൻസ് ഇഫക്റ്റിൻ്റെ എക്സാമ്പിൾ വരിക. അതിൻ്റെ എക്സ്പ്ലനേഷൻ താഴെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്താണ് വേറൊരു ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കോംപ്ലക്സുകൾ സിസ് അല്ലെങ്കിൽ ട്രാൻസ് സ്പെസിഫിക് ആയിട്ടുള്ള കോംപ്ലക്സ് നമുക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിളാണ് സിസ് ആൻഡ് ട്രാൻസ് ഡൈഅമീൻ ഡൈക്ലോറോ പ്ലാറ്റിനം 2 എന്ന് പറയുന്ന കോംപ്ലക്സ്. എല്ലാ റിയാക്ഷനും PtCl4 അല്ലെങ്കിൽ PtNH3 4 ടൈംസ് എന്നാണ് തുടങ്ങുക കേട്ടോ. അതായത് 4 മിക്കവാറും സെയിം ലിഗാൻസ് വരുന്ന കോംപ്ലക്സ് ആണ് നമ്മൾ സാധാരണ ചെയ്യുക. അപ്പോൾ ഒരു എക്സാമ്പിളാണ് PtCl4 2- ആണ് അതിൻ്റെ ചാർജ്. അതിന് നമ്മൾ NH3 ആഡ് ചെയ്തു. അപ്പോൾ ഏതെങ്കിലും ഒരു ക്ലോറിനെ റീപ്ലേസ് ചെയ്തിട്ട് NH3 വന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഇനി ട്രാൻസ് ഇഫക്റ്റിൻ്റെ അപ്ലിക്കേഷനാണ്. അമോണിയത്തിനേക്കാളും കൂടുതൽ ക്ലോറിനാണുള്ളത്. അപ്പോൾ ക്ലോറിനെ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് വന്നു? ഒരു അമോണിയ മോളിക്യൂളും കൂടെ വന്നു. അപ്പോൾ സിസ് കിട്ടി. ഇനി അതല്ല, നമ്മൾ ആദ്യം എന്താ പറയുക, ഇപ്പോൾ PtNH3 4 ടൈംസ് ആണ് ആഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക, എടുക്കുന്നതെന്ന് വിചാരിക്കുക. 2+ ചാർജ് ഉണ്ട്. അതിന് നമ്മൾ ആദ്യം ക്ലോറിൻ ആഡ് ചെയ്തു. അപ്പോൾ ഏതെങ്കിലും ഒരു NH3 റീപ്ലേസ് ചെയ്തിട്ട് ക്ലോറിൻ വന്നു. പിന്നെ NH3 ഉണ്ട്, ക്ലോറിനും ഉണ്ട്. ഇതിൽ ട്രാൻസ് ഇഫക്റ്റ് കൂടുതൽ ഇതിലാണ്, ക്ലോറിനാണ്. അപ്പോൾ ക്ലോറിന് ഓപ്പോസിറ്റുള്ള NH3 ആണ് റീപ്ലേസ് റീപ്ലേസ്മെൻറ്റ് സംഭവിക്കുക. അല്ലാതെ NH3ക്ക് ഓപ്പോസിറ്റുള്ള NH3 ആവില്ല. അപ്പോൾ ഈ ക്ലോറിൻ ഇവിടെ വന്നു. അപ്പോൾ നമുക്ക് ട്രാൻസ് കിട്ടി. അതായത് സിസ് കിട്ടണമെങ്കിൽ നമ്മൾ PtCl4 എടുക്കണം. ട്രാൻസ് കിട്ടണമെങ്കിൽ നമ്മൾ PtNH3 എടുക്കണം. NH3 എടുക്കുകയാണെങ്കിൽ Cl ആഡ് ചെയ്യുക. Cl ആണ് എടുക്കണമെങ്കിൽ NH3 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏതാണ് ഇതിൻ്റെ സിസ് ആൻഡ് ട്രാൻസ് പ്രൊഡക്റ്റിനെ ഉണ്ടാക്കാൻ സിന്തസൈസ് ചെയ്യാനുള്ളതാണ് ട്രാൻസ് ഇഫക്റ്റിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ. അപ്പോൾ ഏതിനാണ് ട്രാൻസ് ഇഫക്റ്റ് കൂടുതലുള്ള ലിഗാൻഡ് അതിന് പൈ ബോണ്ട് ഉണ്ടാക്കാനുള്ള എബിലിറ്റി കൂടുതലായിരിക്കും, ഡി ഓർബിറ്റൽസിൽ നിന്ന് ഇലക്ട്രോൺസ് ആക്സെപ്റ്റ് ചെയ്തിട്ട്.
അപ്പോൾ ഇത് ട്രാൻസ് ഇഫക്റ്റിൻ്റെ വേറൊരു നോട്ടാണ്. ഡിഫറെൻറ്റ് ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ഓഫ് ലിഗാൻഡിൻ്റെ ഓർഡർ മാറ്റി കൊടുത്താൽ മതി. അതായത് ആദ്യം ക്ലോറിൻ കൊടുത്തിട്ട് NH3 കൊടുക്കുമ്പോൾ ഒരു പ്രൊഡക്റ്റ് കിട്ടും, ആദ്യം NH3 കൊടുത്തിട്ട് പിന്നെ ക്ലോറിൻ കൊടുക്കുമ്പോൾ ഒരു പ്രൊഡക്റ്റ് കിട്ടും. ട്രാൻസ് ഇഫക്റ്റ് അനുസരിച്ച് അങ്ങനെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. വെർണറാണ് ഈ ലിഗാൻസിൻ്റെ അതായത് ഓൾറെഡി ഉള്ള ലിഗാൻസിൻ്റെ എന്തോ ഒരു ഇഫക്റ്റ് കാരണമാണ് വരുന്ന ലിഗാൻസിൻ്റെ പൊസിഷൻ മാറുന്നത് എന്നുള്ള കാര്യം കണ്ടുപിടിച്ചത് വെർണറായിരുന്നു. ട്രാൻസ് സീരീസ് ആണ്. വേറെ ഡെഫിനേഷൻ ഉള്ളത് ലെബലൈസേഷൻ ഓഫ് ലിഗാൻസ് ട്രാൻസ് ടു അതർ ട്രാൻസ് ഡയറക്റ്റിംഗ് ലിഗാൻഡ്. അതിനാണ് നമുക്ക് ട്രാൻസ് ഇഫക്റ്റിംഗ് നമുക്ക് പറയാം. ലെബൈലാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിലിങ്ങനെ ഇതിൻ്റെ സെയിം അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ചോദ്യം ചോദിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ നോട്ട് ഇട്ടത്. അപ്പോൾ അപ്ലിക്കേഷൻ ചോദിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ തന്നെ ഒന്നും കൂടെ ഇതിൽ കൊടുത്തിട്ട് അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഡൈക്ലോറോ ഡൈഅമീൻ പ്ലാറ്റിനം സിസ്റ്റം ട്രാൻസ് ഉണ്ടാക്കുന്നത് ഇതേ ഈ സെയിം എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് പറയാൻ കാരണം നമ്മൾ എന്ത് ചെയ്യണം, കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഏത് ട്രാൻസ് ഇഫക്റ്റ് കൂടുതലുള്ളത് ഏതാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ക്ലോറിൻ നമ്മളൊരു വട്ടിട്ട് കൊടുക്കുക. അപ്പം നമുക്ക് സർക്കിൾ ചെയ്ത് കൊടുക്കുന്ന ലിഗാൻഡാണ് കൂടുതൽ ലെബൈൽ എന്ന് പറയാം. അപ്പോൾ ഇതിൽ ഒന്നെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഇതാണ് ലെബൈൽ, അല്ലെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന രണ്ട് ക്ലോറിൻ ആയതുകൊണ്ട് നമുക്ക് രണ്ടും വട്ടിടാം. അങ്ങനൊരു നമുക്ക് സിസ് കിട്ടി. അതേപോലെ നമ്മളിപ്പോൾ ഇതിൽ നോക്കുമ്പോൾ പ്രത്യേകത ഉണ്ടാവും. CL ആണ് ട്രാൻസ് ഇഫക്റ്റ് കൂടുതൽ, അപ്പോൾ അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന NH3 നമ്മൾ വട്ടിടുക, നമുക്ക് ട്രാൻസ് കിട്ടി. സെയിം സാധനം തന്നെയാണ്. ഞാനിത് സർക്കിൾ ചെയ്ത് ഡയഗ്രാം കാണിക്കാൻ വേണ്ടി ടച്ച് ചെയ്താണ്. ഇനി വേറൊരു എക്സാമ്പിളാണ് PtCl2 NH3 NO2 പോലുള്ള മോളിക്യൂൾസ് ഉണ്ടാക്കാൻ പറ്റും. നേരത്തെ രണ്ട് ലിഗാൻഡ് പ്ലാറ്റിനം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് CL-ഉം NH3 മാത്രം വരുന്ന ലിഗാൻഡിനെ സിന്തസൈസ് ചെയ്യാനാണിത്. രണ്ടെണ്ണം, അതായത് 3 ലിഗാൻഡ് മൊത്തത്തിൽ വരുന്നത് CL-ഉം NO2-ഉം NH3 അങ്ങനെ 3 വരുന്ന ലിഗാൻഡിനെ ആക്കാൻ പറ്റും. നമ്മൾ ആദ്യം ഈ കോംപ്ലക്സിലേക്ക് PtCl4 കോംപ്ലക്സ് എടുത്തു. ആ കോംപ്ലക്സിലേക്ക് നമ്മൾ ആദ്യം NH3 ആഡ് ചെയ്തു. NH3 ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, ഏതെങ്കിലും ഒരു ക്ലോറിൻ മോളിക്യൂളിനെ റീപ്ലേസ് ചെയ്തു. പിന്നെ നമ്മൾ NO2 ആഡ് ചെയ്തു. അപ്പോൾ NO2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. NO2-നാണ് ഏറ്റവും കൂടുതൽ ട്രാൻസ് ഇഫക്റ്റ്, പിന്നെ ക്ലോറിൻ, പിന്നെ NH3. അപ്പോൾ NO2 ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ക്ലോറിനും NH3 ആണുള്ളത്. അപ്പോൾ ക്ലോറിന് കൂടുതൽ ട്രാൻസ് ഇഫക്റ്റ് ഉള്ളതുകൊണ്ട് ക്ലോറിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഏതെങ്കിലും ഒരു ക്ലോറിൻ മോളിക്യൂൾ റീപ്ലേസ് ചെയ്ത് പോയിട്ട് ഇങ്ങനെ നമുക്ക് കിട്ടി. അപ്പോൾ പിന്നെ NO2 നമ്മൾ അറ്റാച്ച് ചെയ്തു. അപ്പോൾ ആ പോയ സ്ഥലത്തേക്ക് NO2 വന്നു. അതല്ല PtCl4ലേക്ക് നമ്മൾ ആദ്യം NO2 ആഡ് ചെയ്തിട്ട് പിന്നെ NH3 ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. നേരെ ഓപ്പോസിറ്റ് നേരത്തെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് സംഭവിക്കും, ആദ്യത്തെ എക്സാമ്പിളിൽ ഏതെങ്കിലും ഒരു ക്ലോറിനെ റീപ്ലേസ് ചെയ്തിട്ട് NO2 വന്നു. അപ്പോൾ ഇതിൽ ക്ലോറിനും NO2 ആണുള്ളത്. അപ്പോൾ NO2 ആണ് ക്ലോറിനേക്കാളും കൂടുതൽ ട്രാൻസ് ഇഫക്റ്റ് കിട്ടുന്നത് കാണിക്കുന്നത്. അപ്പോൾ NO2-ന് ഓപ്പോസിറ്റ് കിടക്കുന്ന ക്ലോറിനായിരിക്കും റീപ്ലേസ്മെൻറ്റ് സംഭവിക്കുക. ക്ലോറിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ക്ലോറിനല്ല. അപ്പോൾ നമുക്കതിൻ്റെ ട്രാൻസ് പ്രൊഡക്റ്റ് കിട്ടും. സിസ്റ്റും ട്രാൻസും സെപ്പറേറ്റ് കിട്ടും. അതാണ് രണ്ടാമത്തെ അപ്ലിക്കേഷൻ. മൂന്നാമത്തെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ബ്രോമോ ക്ലോറോ അമീൻ പിരിഡീൻ പ്ലാറ്റിനം 2 വലിയൊരു കോംപ്ലക്സ് ആണ്. ബ്രോമോ ക്ലോറോ അമീൻ പിരിഡീൻ പ്ലാറ്റിനം ഈ ഒരു കോംപ്ലക്സ്. അതിൻ്റെ 3 ഐസോമേഴ്സ് ഉണ്ട്. ആ 3 ഐസോമേഴ്സിനെ സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ് ഇഫക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എല്ലാം പ്ലാറ്റിനം PtCl4 എന്നാണ് ഉണ്ടാക്കുന്നത്. ഇത് ഒന്നാമത്തെ ഐസോമർ ഉണ്ടാക്കുന്ന സ്ട്രക്ചറാണിത്. ആദ്യം NH3 ആഡ് ചെയ്തു, പിന്നെ ബ്രോമിൻ ആഡ് ചെയ്തു, പിന്നെ പിരിഡിൻ ആഡ് ചെയ്തു. അപ്പോൾ ആദ്യം NH3 ആഡ് ചെയ്ത് റീപ്ലേസ് ചെയ്ത് വന്നു. പിന്നെ ബ്രോമിൻ ആഡ് ചെയ്യുമ്പോൾ ക്ലോറിനാണ് ട്രാൻസ് ഇഫക്റ്റ് കൂടുതൽ. ക്ലോറിനെ റീപ്ലേസ് ചെയ്ത് ബ്രോമിൻ വന്നു. പിന്നെ പിരിഡിൻ വരുമ്പോൾ ക്ലോറിനും ബ്രോമിനും NH3 കമ്പയർ ചെയ്യുമ്പോൾ ബ്രോമിനാണ് കൂടുതൽ ട്രാൻസ് ഇഫക്റ്റ്. ബ്രോമിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ക്ലോറിനെ റീപ്ലേസ് ചെയ്തിട്ട് പിരിഡിൻ വന്നു. ബ്രോമിൻ, പിരിഡിൻ, NH3 അതാണ് അതിൻ്റെ ട്രാൻസ് ഇഫക്റ്റിൻ്റെ ഓർഡർ. ഇനി ഇതാണ് ഒന്നാമത്തെ ഐസോമർ, ഇങ്ങനെ വരുന്ന ഐസോമർ. രണ്ടാമത്തെ ഐസോമർ എന്ന് പറയുന്നത് ഇത് മാറി അങ്ങോട്ട്, അതായത് ഇതിലിപ്പോൾ പിരിഡിനും ബ്രോമിനാണ് ഓപ്പോസിറ്റ് വന്നിട്ടുള്ള, ക്ലോറിനും NH3 ആണ് ഓപ്പോസിറ്റ് വന്നത്. രണ്ടാമത്തെ ഐസോമർ എന്ന് പറയുന്നത് ബ്രോമിനും NH3-യും പിരിഡീനും ക്ലോറിനും വരുന്നത്. മൂന്നാമത്തെ ഐസോമർ ബ്രോമിനും ക്ലോറിനും പിരിഡിനും NH3 അങ്ങനെ 3 ഐസോമർ പോസിബിളാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ നമ്മൾ എന്താ ചെയ്തു, ആദ്യം NH3 ആഡ് ചെയ്തു, പിന്നെ ബ്രോമിൻ ആഡ് ചെയ്തു, പിന്നെ പിരിഡിൻ ആഡ് ചെയ്തു. രണ്ടാമത്തെ ഐസോമർ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം പിരിഡിൻ ആഡ് ചെയ്തു, പിന്നെ ബ്രോമിൻ ആഡ് ചെയ്തു, പിന്നെ NH3 ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 2 ഐസോമർ കിട്ടി. നേരത്തെ പോലെ സെയിം ഇഫക്റ്റിലാണ് ഇത് ഉണ്ടാക്കുക. ട്രാൻസ് ഇഫക്റ്റ് കൂടുതൽ ഏതാണ് ഉള്ളത് അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന മോളിക്യൂൾ ലിഗാൻഡ് ആയിരിക്കും റീപ്ലേസ്മെൻറ്റ് സംഭവിക്കുക. മൂന്നാമത്തെ ഐസോമർ കുറച്ചൊരു ട്രിക്കി വേ ആണ്. നമ്മൾ ആദ്യം പ്ലാറ്റിനത്തിൽ എന്ത് ചെയ്യണം, വെറുതെ NH3 ആഡ് ചെയ്തിട്ട് NH3 2 തവണ ആഡ് ചെയ്തിട്ട് നമ്മൾ പ്ലാറ്റിനം Cl2 NH3യിലേക്ക് മാറ്റണം. സിസ്സായിട്ടുള്ള ഗ്രൂപ്പിലേക്ക് മാറ്റണം. NH3 2 പ്രാവശ്യം ആഡ് ചെയ്തിട്ട് അപ്പം നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ടാണ് നമുക്ക് ഫ്രഷായിട്ട്, നമ്മളിപ്പോൾ ഇതിൽ ആദ്യം എടുത്ത കോമ്പൗണ്ടില്ലേ അതുപോലെ വേണം നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് അപ്പോൾ ട്രാൻസ് ഇഫക്റ്റ് നോക്കില്ല, ആദ്യത്തെ റീപ്ലേസ്മെൻറ്റ് നമ്മൾ ട്രാൻസ് ഇഫക്റ്റ് നോക്കില്ലല്ലോ. അപ്പോൾ അതിൽ പിരിഡിൻ വന്നിട്ട് ഏതെങ്കിലും ഒരു ക്ലോറിൻ മോളിക്യൂളിനെ റീപ്ലേസ് ചെയ്തു. അങ്ങനെ ആദ്യം കൺസിഡർ ചെയ്തിട്ട് വേണം പിന്നെ
ട്രാൻസ് എഫക്റ്റ് കൺസിഡർ ചെയ്യുക. അതൊരു ചെറിയൊരു വ്യത്യാസമുണ്ട്, കാരണം മൂന്നാമത്തെ ഐസോമർ ആയതുകൊണ്ട് കുറച്ച് ട്രിക്കി ആയിട്ട് വളഞ്ഞിട്ട് വേണം നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ എന്ത് വന്നു, അത് നിങ്ങൾ നോക്കിയത് എന്താ ട്രാൻസ് എഫക്റ്റ് കാണിക്കാതെ ചോദിക്കും. പ്ലാറ്റിനം ക്ലോറിനും NH3 ഉണ്ട്, ക്ലോറിനാണ് ഉള്ളത്. അപ്പോൾ ക്ലോറിന് ഓപ്പോസിറ്റ് ഉള്ള NH3 മോളിക്യൂൾ അല്ലേ പോകേണ്ടതെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഇതിൽ ക്ലോറിൻ മോളിക്യൂളിനാണ് റീപ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നത്, NH3 അല്ല. കാരണം നമ്മൾ NH3 തുടക്കം തൊട്ട് നമ്മൾ ക്ലോറിനെയാണല്ലോ റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ട് നമുക്ക് വീണ്ടും ക്ലോറിനെ തന്നെയാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. കാരണം 2 ക്ലോറിൻ വരാൻ പറ്റില്ലല്ലോ പ്രൊഡക്റ്റിൽ, ഒരു ക്ലോറിനല്ലേ പ്രൊഡക്റ്റിലുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തതിന് ശേഷമാണ് പിന്നെയാണ് ട്രാൻസ് എഫക്റ്റ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ക്ലോറിനും ഉണ്ട്, പിരിഡിനും ഉണ്ട്, NH3 ഉണ്ട്. ഏറ്റവും കൂടുതലുള്ളത് ക്ലോറിനാണ്. അപ്പോൾ ക്ലോറിൻ ഓപ്പോസിറ്റ് കിടക്കുന്ന NH3 റീപ്ലേസ്മെൻറ്റ് സംഭവിച്ചു, നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ 3 ഐസോമർ സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റിയാക്ഷൻ നോക്കും. ഇനി നമ്മൾ നേരത്തെ നാലാമത്തെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലാറ്റിനം ഡൈക്ലോറോ ഡൈയമീൻ, ഇതിവിടെ ഡയമോണി ഇത് എടുത്തില്ലേ, അതാ ഈ റിയാക്ഷൻ എടുത്തല്ലോ. അതിലെ പ്രൊഡക്റ്റുകളെ നമ്മൾ സിസ്സും കിട്ടി ട്രാൻസും കിട്ടി. അത് സിസ് ആണോ ട്രാൻസ് ആണോ എന്ന് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ് എഫക്റ്റ് ഉപയോഗിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ തയോയൂറിയ ഒരു റിയേജൻ്റ് ആയിട്ട് ആഡ് ചെയ്യാണ് ചെയ്യാം. അപ്പോൾ തയോയൂറിയ ആഡ് ചെയ്ത സമയത്ത് അപ്പോൾ ഈ ഒരു റിയാക്ഷൻ നോക്കുക. അത് കഴിഞ്ഞു, എക്സാമ്പിൾ 3 കഴിഞ്ഞു. ഇത് ഈ ഒരു റിയാക്ഷൻ നോക്കാം. തയോയൂറിയ നമ്മളിതാ നമുക്ക് ട്രാൻസ് കിട്ടി. ട്രാൻസിലും അതായത് നമുക്ക് കിട്ടിയ ഐസോമർ ഏതാണെന്ന് നമുക്കറിയില്ല, ട്രാൻസ് ആണോ സിസ് ആണോ എന്ന് അറിയില്ല. ഡൈക്ലോറോ ഡയമീൻ പ്ലാറ്റിനം ആണെന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. അപ്പോൾ നമ്മൾ തയോയൂറിയ ആഡ് ചെയ്യാണല്ലോ ചെയ്യണം. അപ്പോൾ ട്രാൻസ് എടുത്തിട്ട് ട്രാൻസിലേക്കാണ് നമ്മൾ തയോയൂറിയ ആഡ് ചെയ്യുന്നത് എങ്കിൽ എന്ത് സംഭവിക്കും, ട്രാൻസിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ട്രാൻസിൽ കിടക്കുന്ന 2 ക്ലോറൈഡ് അയോൺസിനെ ഇത് റീപ്ലേസ് ചെയ്യും. 2 ക്ലോറൈഡ് അയോൺസിനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. കാരണം അമോണിയകളാണ് പിന്നെ ട്രാൻസായിട്ട് കിടക്കുക, അവർ തമ്മിൽ ലബൈലല്ല. അതായത് ഇപ്പോൾ നോക്കുക, ഈ ഒരു മോളിക്യൂളിലേക്ക് ട്രാൻസ് അയൺ കോംപ്ലക്സ് എങ്കിൽ 2 തയോയൂറിയ 2 ക്ലോറിൻ മോളിക്യൂളിനെ റീപ്ലേസ് ചെയ്തു. ട്രാൻസ് എഫക്റ്റ് കാണിക്കുന്നത് രണ്ടും കാണിക്കുമല്ലോ, ഇത് ഇതിൻ്റെ ട്രാൻസാണ്, ഇത് ഇതിൻ്റെ ട്രാൻസാണ്. അപ്പോൾ ഒറ്റയടിക്ക് തയോയൂറിയ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് 2 ക്ലോറിനെ റീപ്ലേസ് ചെയ്തിട്ട് 2 തയോയൂറിയ വരും. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് അമോണിയകളാണ് റീപ്ലേസ് ചെയ്യാൻ ബാക്കിയുള്ളത്. ഓൾറെഡി റീപ്ലേസ് ചെയ്ത് പിന്നെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 2 അമോണിയകളാണ്. പക്ഷേ അമോണിയ രണ്ടും എന്താണ്, അതിന് ട്രാൻസ് എഫക്റ്റ് സെയിം ആണ്. അപ്പോൾ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ലെബലൈസ് ചെയ്യില്ല. അപ്പോൾ അവിടെ വെച്ചിട്ട് റിയാക്ഷൻ നിൽക്കും. ട്രാൻസ് ആണ് എടുക്കുന്നത് വെച്ചാൽ. അതേസമയം നമ്മൾ സിസ് ആണ് എടുക്കുന്നത് വെച്ചാൽ സംഭവിക്കും, 4 ഒറിജിനൽ ലിഗാൻഡിനെയും നമ്മുടെ തയോയൂറിയ വന്നിട്ട് റീപ്ലേസ് ചെയ്യും. കാരണം ആദ്യം നമ്മൾ എടുത്തു തയോയൂറിയ 2 NH3 മോളിക്യൂളിനെ റീപ്ലേസ് ചെയ്തു, 2 തയോയൂറിയ മോളിക്യൂൾ വന്നു. പിന്നെ 2 തയോയൂറിയനെ, അതായത് ക്ലോറിനും ട്രാൻസ് അല്ല കിടക്കുന്നത്, സിസ് ആണ് എടുക്കുന്നത്. അപ്പോൾ 2നും എന്താ പറയുക, തയോയൂറിയയ്ക്കാണ് ക്ലോറിനേക്കാളും കൂടുതൽ ട്രാൻസ് എഫക്റ്റ് ഉള്ളത്. മറ്റോടത്ത് അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നില്ല, തയോയൂറിയും അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണ്ടായിരുന്നത്. അപ്പോൾ ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നില്ല ഇവിടെ. അപ്പോൾ 2 തയോയൂറിയയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന 2 ട്രാൻസ് മോളിക്യൂളിനെയും റീപ്ലേസ് ചെയ്തിട്ട് 4 തയോയൂറിയ മോളിക്യൂൾ വരും. അപ്പോൾ 4 തയോയൂറിയ ലിഗാൻഡ് അറ്റാച്ച് ചെയ്ത മോളിക്യൂൾ ആണെങ്കിൽ നമുക്ക് പറയാം ഒറിജിനലി നമ്മുടെ അടുത്ത് സിസ് ആയിരുന്നു. അതല്ല 2 തയോയൂറിയ മോളിക്യൂൾ മാത്രമേ ഉള്ളൂ വെച്ചാൽ നമുക്ക് പറയാം ഒറിജിനലി എടുത്തത് ട്രാൻസ് ആയിരുന്നു. അപ്പോൾ അതാണ് അപ്ലിക്കേഷൻസ് ഓഫ് ട്രാൻസ് എഫക്റ്റ്. ഇനി ഇതേപോലെ തിയറീസ് ഓഫ് ട്രാൻസ് എഫക്റ്റ് 2 തിയറി ഉണ്ട് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ഇതിലും 2 നോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഫിഗർ ഉള്ളതുകൊണ്ട്. അപ്പോൾ ആദ്യത്തെ തിയറിയാണ് പോളറൈസേഷൻ. 2 തിയറി ഉണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ തിയറി അപ്ലിക്കേഷൻ തെറ്റരുത്. ഒന്നാമത്തെ തിയറി എന്ന് പറയുന്നത് പോളറൈസേഷൻ തിയറിയാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഫജൻസ് റൂൾ ഓഫ് പോളറൈസേഷൻ ഒക്കെ ഡിഗ്രിക്ക് പഠിച്ച സാധനങ്ങൾ, ആനയോൺ, പോളറൈസബിലിറ്റി, പോളറൈസിങ് പവർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ ഗ്രീൻബർഗ് എന്ന് പറയുന്ന ആളാണ് ഇതിനൊരു തെർമോഡൈനാമിക് അപ്രോച്ച് കൊടുത്തത്, നമ്മുടെ ബോണ്ടിൻ്റെ വീക്കനിങ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട്. അപ്പോൾ ഫജൻസ് റൂളിൻ്റെ കോൺസെപ്റ്റും കൂടെ നമ്മളിവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡി എന്ന് പറയുന്ന ഗ്രൂപ്പ് ഡിപ്പാർട്ടിംഗ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ലീവിങ് ലിഗാൻഡാണെന്ന് വിചാരിക്കുക. ടി എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ് ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ മെറ്റലും ഓൾറെഡി അറ്റാച്ച് ചെയ്തിട്ടുള്ള ട്രാൻസ് എഫക്റ്റ് കാണിക്കുന്ന ലിഗാൻഡാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിന് 2 പോസിബിലിറ്റി ഉണ്ട്. അതായത് നമ്മുടെ ഇപ്പോൾ ഒന്നാമത്തെ ഫിഗർ നോക്കാം, നടുക്കിൽ ഒരു മെറ്റൽ ഉണ്ട്, ചുറ്റും 4 ലിഗാൻഡ് ഉണ്ട്. അപ്പോൾ ഈ മെറ്റൽ എന്ത് സംഭവിക്കും, സാധാ കിടക്കുന്ന ലിഗാൻഡുകളെ പോളറൈസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇതിൽ 4 ലിഗാൻഡും ഐഡൻറ്റിക്കലാണ്, ഒരേപോലത്തെ സാധനങ്ങളാണ്. അപ്പോൾ 4 ലിഗാൻഡിനെയും ഒരുപോലെ പോളറൈസ് ആണ് ചെയ്യുക. ഒരേപോലത്തെ ലിഗാൻഡ് ആണെങ്കിൽ ഒരുപോലെയാണല്ലോ മെറ്റൽ പോളറൈസ് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ 4 ലിഗാൻഡിനും സെയിം ലെവലിൽ പോളറൈസ് ചെയ്യുന്നത് കൊണ്ട് 4 ലിഗാൻഡ് പോളറൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് മൈനസ് ചാർജ് ഉണ്ടാക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ മെറ്റലുമ്പോൾ പോസിറ്റീവ് ചാർജാണുള്ളത്. അതിൻ്റെ അടുത്ത് കിടക്കുന്ന 4 ലിഗാൻഡിന് പോളറൈസ് ചെയ്യുമ്പോൾ 4 ലിഗാൻഡിനും ഒരുപോലെ ഡൈപോൾ പ്ലസ് മൈനസ് ഡൈപോളുകൾ ഉണ്ടാവും. 4ഉം ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ക്യാൻസലായി പോകും, അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ക്യാൻസലായി പോകും. അപ്പോൾ അതിൽ 4 ലിഗാൻഡ് ട്രാൻസ് എഫക്റ്റ് കാണിക്കില്ല.
പക്ഷേ 4 ലിഗാൻഡ് ട്രാൻസ് ഇഫക്റ്റ് കാണിക്കുക 4 ലിഗാൻഡും ഐഡൻറ്റിക്കൽ അല്ല എന്ന് വിചാരിക്കുക. അതായത് 2 ലിഗാൻഡ് മാത്രമേ ഇപ്പോൾ ഇതും മാത്രമേ ഐഡൻറ്റിക്കൽ ഉള്ളൂ, ഒരെണ്ണത്തിന് ട്രാൻസ് ഇഫക്റ്റ് കൂടുതലാണ്, മറ്റേത് ലീവിങ് ഗ്രൂപ്പാണ്. അങ്ങനത്തെ ഒരു കേസ് വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ 2 ലിഗാൻഡിൻ്റെ എന്താ പറയുക ഡൈപോളുകൾ തമ്മിൽ ക്യാൻസലായി പോവും. പക്ഷേ ഈ 2 ലിഗാൻഡുകൾ തമ്മിൽ ക്യാൻസലായി പോവില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? അതിൽ ടി എന്ന് പറയുന്ന ലിഗാൻഡിൻ്റെ പോളറൈസബിലിറ്റി ഡി എന്നേക്കാളും കൂടുതലാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ടി എന്ന് പറയുന്നത് കുറച്ചുകൂടി ലാർജാണ് ഡി എന്നേക്കാളും. അപ്പോൾ അവിടെ ട്രാൻസ് ഇഫക്റ്റ് നടക്കും. നമ്മുടെ മെറ്റലുമ്മയുള്ള പോസിറ്റീവ് ചാർജ് എന്ത് സംഭവിക്കും? ഇതിനെ കുറച്ചും കൂടെ മനസ്സിലാവുക ഇതാന്ന് തോന്നുന്നു. കാരണം ഈ ഒരു തിയറി ഇത് 2 സെയിം ആണ്. തിയറി നേരത്തെ പറഞ്ഞ സാധനം കൈനറ്റിക് ഫിനോമിനനാണ്. നമ്മുടെ മാഗ്നിറ്റ്യൂഡിന് ആക്ടിവേഷൻ എനർജിയാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസ് ഇഫക്റ്റിൻ്റെ തിയറീസ് ഒരു കാര്യം പറഞ്ഞിട്ട് പറയാം. ട്രാൻസ് ഇഫക്റ്റിൻ്റെ തിയറീസ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റിയും എഫക്റ്റ് ചെയ്യും, ആക്ടിവേറ്റഡ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റിൻ്റെ സ്റ്റെബിലിറ്റിയും എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിനെ പറ്റി പറയുന്നതാണ് പോളറൈസേഷൻ തിയറി, ആക്ടിവേഷൻ എനർജിനെ പറ്റി പറയുന്നതാണ് അടുത്ത തിയറി. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് 2 തിയറിയും ട്രാൻസ് ഇഫക്റ്റിനെ റിലേറ്റ് ചെയ്യാന്നാണ് പറയുന്നത്. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് ഇതിപ്പോൾ ഇങ്ങനെ നോക്കുക. മെറ്റൽ ഇവിടെയുള്ള ലിഗാൻഡ് ട്രാൻസ് ഇഫക്റ്റ് കാണിക്കുന്ന ലിഗാൻഡാണ് L, X ആണ് നമ്മുടെ ലിവിങ് ലിഗാൻഡ് എന്ന് വിചാരിക്കുക. അതിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്? എക്സിനേക്കാളും പോളറൈസബിൾ ആണ് L. എക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് Lനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും നമ്മുടെ മെറ്റലിൽ എന്ന് വിചാരിക്കുക. അപ്പോൾ മെറ്റലുമേ പോസിറ്റീവ് ചാർജാണുള്ളത്, അതുമേ ഇപ്പുറത്ത് കിടക്കുന്ന ലീവിങ് റിയേജൻറ്റുമേ നെഗറ്റീവ് ചാർജാണുള്ളത്. മെറ്റൽ പോസിറ്റീവ്, ലിഗാൻഡ് നെഗറ്റീവ്. അപ്പോൾ ഈ പോളറൈസബിൾ ആയിട്ടുള്ള L ഉള്ളത് കൊണ്ട് മെറ്റൽ ഒരു ഡൈപോൾ ഇൻഡ്യൂസ് ചെയ്യും Lമിലേക്ക്, പ്ലസും മൈനസും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഇവിടെ കിടക്കുന്നുണ്ട്, ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്. പിന്നെ മെറ്റലുമ്പോൾ എന്ത് വരും? ഇവിടെ മൈനസ് ആയതുകൊണ്ട് മെറ്റലിൻ്റെ അടുത്തേക്ക് പ്ലസ് വരും, അതിന് ഓപ്പോസിറ്റായിട്ട് മൈനസ് വരും. അപ്പോൾ എക്സിന് ഓൾറെഡി എന്താണ്? നെഗറ്റീവ് ചാർജാണ്. പക്ഷേ മെറ്റലിൻ്റെ നെഗറ്റീവ് ചാർജ് ഉള്ള ഭാഗമാണ് എക്സുമിലേക്ക് വരിക. കാരണം ലിഗാൻഡിൻ്റെ നെഗറ്റീവ് ചാർജിനാണല്ലോ കൂടുതലായിട്ട് പോളറൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മെറ്റലുമ്പോൾ പോസിറ്റീവ് ചാർജ് ആണല്ലോ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ മെറ്റൽ ലിഗാൻഡുമ്പോൾ നെഗറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് അതിന് പോളറൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡൈപോളിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും മെറ്റലിനെ ഫേസ് ചെയ്യുക. അപ്പോൾ മെറ്റലിന് പോസിറ്റീവ് ചാർജ് അങ്ങോട്ട് ഫേസ് ചെയ്യും, മെറ്റൽ നെഗറ്റീവ് ചാർജ് മറ്റേ ലിഗാൻഡിനെ ഫേസ് ചെയ്യും. പക്ഷേ മറ്റേ ലിഗാൻഡിന് ഓൾറെഡി എന്താണ്? നെഗറ്റീവ് ചാർജാണുള്ളത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ എമ്മും എക്സും തമ്മിലുള്ള ആ ഒരു ബോണ്ട് വീക്കൻ ചെയ്യാൻ തുടങ്ങും. കാരണം നെഗറ്റീവ് ആണല്ലോ. അപ്പോൾ എന്ത് സംഭവിക്കും? എമ്മും എക്സും തമ്മിലുള്ള ബോണ്ട് വീക്കൻ ചെയ്യും, എമ്മും എല്ലും തമ്മിലുള്ള ബോണ്ട് കുറച്ചും കൂടെ അടുത്തടുത്ത് വരും. അപ്പോൾ അതിനർത്ഥം എന്താ? ലിഗാൻഡ് എക്സ് വുഡ് ബി ലെസ് അട്രാക്റ്റഡ് ബൈ ദ മെറ്റൽ. എല്ലിൻ്റെ പ്രസൻസ് കാരണം ലെസ് അട്രാക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ പോളറൈസേഷൻ ഓഫ് ലിഗാൻഡ് എന്ന് പറയുന്നത് ട്രാൻസ് ഇഫക്റ്റ് പോലെയാണ്. അതിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അത് കാരണമാണ് ട്രാൻസ് ഇഫക്റ്റ് കാണിക്കുന്നത്. അതാണ് ഉദ്ദേശിച്ചത്. പോളറൈസേഷൻ ട്രാൻസ് ഇഫക്റ്റ് കാണിക്കാനുള്ള ഒരു കാരണമാണ്. അപ്പോൾ പിന്നെ നമ്മൾ പൈ ബോണ്ടുകളുടെ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കുന്നില്ല, സാധാ കേസാണ് പറയുന്നത്. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ പൈബോണിൻ്റെ കാര്യം പറയാത്തതുകൊണ്ട് ആക്ടിവേറ്റഡ് സൈഡിൻ്റെ കാര്യം നമുക്ക് ഇൻ്റർമീഡിയറ്റിൻ്റെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ അങ്ങനെ കാണിക്കും. അപ്പോൾ അതാണ് കുറച്ചും കൂടെ ഒരു സിമ്പിൾ എന്ന് തോന്നുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇത് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ നോക്കുക MT എന്ന് പറയുന്ന ട്രാൻസ് ഇഫക്റ്റ് കാണിക്കുന്ന ലിഗാൻഡിൻ്റെ ബോണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ MD എന്ന് പറയുന്ന ബോണ്ട് വീക്കനായി അല്ലെങ്കിൽ ലെങ്തൻ ചെയ്തു, ബാക്കിയുള്ള ML ബോണ്ടിനേക്കാളും വീക്കനായി. അതായത് ബാക്കിയുള്ള ലിഗാൻഡിനേക്കാളും ബാക്കിയുള്ള ലിഗാൻഡ് ഷോർട്ടർ ആയിട്ടുള്ള സ്ട്രോങ്ങർ ആയിട്ടുള്ള ബോണ്ടാണെങ്കിൽ പുതിയതല്ല ഈ MD ബോണ്ട് എന്താവും? വീക്കറും ലോങ്ങറായിട്ട് മാറും. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ബാക്കി എക്സ്പ്ലനേഷൻ. സെൻട്രൽ മെറ്റൽ അയോൺസിൻ്റെ പോസിറ്റീവ് ചാർജ് എന്താണ്? മൊത്തമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും ടീനെ. അട്രാക്ഷൻ ഓഫ് D കുറയും. ടി എന്ന് പറയുന്ന ലിഗാൻഡിനെ ട്രാൻസ് ആയിട്ട് കിടക്കുന്ന ഏത് ബോണ്ടാണുള്ളത് ആ ബോണ്ടാണ് വീക്കൻ ചെയ്യുക, മറ്റേ ലിഗാൻഡിനെ അത് എഫക്റ്റ് ചെയ്യില്ല. അങ്ങനെ റീപ്ലേസ്മെൻറ്റ് സുഖമായിട്ട് നടക്കും. ഇതിൽ കുറച്ച് എക്സാമ്പിൾ കൊടുക്കുന്നത്, ഒന്ന് ട്രാൻസ് ഇഫക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ് അപ്ലിക്കബിൾ ആവുക? സെൻട്രൽ മെറ്റൽ ആറ്റം വലുതായിരിക്കണം, പോളറൈസബിൾ ആയിരിക്കണം. പോളറൈസബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വന്നാലും മാത്രമേ നോക്കുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ പ്ലാറ്റിനം കോംപ്ലക്സ് ഉണ്ട്, പലേഡിയം ഉണ്ട്, നിക്കൽ ഉണ്ട്. അതിൽ പ്ലാറ്റിനം ഗ്രേറ്റർ ദാൻ പലേഡിയം ഗ്രേറ്റർ ദാൻ നിക്കൽ. അതാണ് അതിൻ്റെ ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസ് ഓഫ് ട്രാൻസ് ഇഫക്റ്റ്. കാരണം പ്ലാറ്റിനത്തിനാണ് സൈസ് കൂടുതലും പോളറൈസബിലിറ്റി കൂടുതലും, അപ്പോൾ ഏറ്റവും കുറവ് നിക്കൽ. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻസ് കുറച്ചും കൂടെ പ്ലാറ്റിനം കോംപ്ലക്സിനാണുള്ളത്. അതുകൊണ്ട് പ്ലാറ്റിനത്തിൻ്റെ എക്സാമ്പിൾസ് വരുന്നത്. പിന്നെ വേറൊരു എക്സാമ്പിൾ ഇതിൻ്റെ എവിഡൻസ് എന്ന് പറയുന്നത് പ്ലാറ്റിനം Cl കോംപ്ലക്സുകൾ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് PT നമ്മളിതിൻ്റെ ബോണ്ട് നമ്മൾ പറഞ്ഞു ട്രാൻസ് ഇഫക്റ്റ് കാണിക്കുന്നത്. ഇപ്പോൾ ഇതിൽ C2H4 ആണ് ട്രാൻസ് ഇഫക്റ്റ് കാണിക്കുന്ന ലിഗാൻഡ്. ആ ട്രാൻസ് ഇഫക്റ്റ് കാണിക്കുന്ന ലിഗാൻഡിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ബോണ്ട് ഏതാണോ അതാണ് എന്ത് വരിക?
വീക്കൻ ചെയ്യുക. അപ്പോൾ ആ ബോണ്ട് വീക്കൻ ചെയ്യാന്നർത്ഥം അതിനെന്താ, ആ ബോണ്ട് ലോങ്ങർ ആവാണ് ചെയ്യുക. ബാക്കിയുള്ള ഓൾറെഡി ഉള്ള ട്രാൻസ്ഫിക്റ്റ് കാണിക്കാതെ വേറെ ഉണ്ട് ലിഗാൻഡിനേക്കാളും കൂടുതലാവുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിത് മെഷർ ചെയ്ത് നോക്കിയ സമയത്ത് ഇപ്പോൾ ഈ ഒരു മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ C2H4 ആണ് ട്രാൻസ്ഫിക്റ്റ് കാണിക്കുന്നത്. അതിന് ഓപ്പോസിറ്റ് എടുക്കുന്ന ലിഗാൻഡ് ക്ലോറിൻ ഇതാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ മെഷർ ചെയ്തപ്പോൾ 2.42 കിട്ടി. ബാക്കി 2 ബോണ്ടുകൾ മെഷർ ചെയ്തപ്പോൾ 2.32 കിട്ടിയുള്ളൂ. അപ്പോൾ അതൊരു എവിഡൻസ് ആണ്. അതേപോലെ ഇത് മെഷർ ചെയ്തപ്പോഴും ഈ PTBr ബോണ്ടിന് കൂടുതലാണ് മറ്റേ 2 PTBrനേക്കാളും. അതാണ് അടുത്ത അപ്ലിക്കേഷൻ. ഇതിൽ ഒരു ഡിഫക്റ്റ് ലിമിറ്റേഷൻ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രാൻസ്ഫെക്റ്റിന് 2 എൻഡ് ഉണ്ട്, കൂടുതൽ കാണിക്കുന്നു, കുറവ് കാണിക്കുന്ന അതായത് കുറവ് ട്രാൻസ്ഫെക്റ്റ് കാണിക്കുന്ന H2O, H-NH ഇതിന് അങ്ങനെയുള്ള ലിഗാൻഡുകൾക്കാണ് ഈ ലിഗാൻഡുകൾ വരുമ്പോഴാണ് ഇത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഹൈ ലെവലായിട്ടുള്ള പൈ ബോണ്ടിങ് ലിഗാൻഡ്സ് വരികയാണെങ്കിൽ ഇതുപോലെ C2H4, CN, CO അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ വരികയാണെങ്കിൽ ഇത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്ലൈ ചെയ്യാൻ പറ്റും, പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതായത് മറ്റേ അറ്റത്ത് കിടക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത തിയറിയാണ് പൈ ബോണ്ടിങ് തിയറി. ഒന്നാമത്തെ തിയറി കഴിഞ്ഞു, രണ്ടാമത്തെ തിയറി. അപ്പോൾ ഒന്നാമത്തെ തിയറി നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് കൊടുത്തത്. ഇത് നമ്മുടെ ആക്ടിവേറ്റഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ട്രാൻസിഷൻ സ്റ്റേറ്റിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പൈ ആക്സെപ്റ്റേഴ്സ് അല്ലെങ്കിൽ പൈ ആസിഡ്സ്, അത് ഡോണേഴ്സ് അതുപോലെയുള്ള സാധനങ്ങൾ, ഫോസ്ഫീൻ, CO, ഒലിഫീൻസ് അങ്ങനെയുള്ള മോളിക്യൂൾസ് വരുമ്പോഴാണ് ഈ പൈ ബോണ്ടിങ് തിയറി. പൈ ബോണ്ടിങ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തിയറികൾ സാധനങ്ങൾ മാത്രമേ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ L എന്ന് പറഞ്ഞൊരു പൈ ആസിഡാണെന്ന് വിചാരിക്കുക. അതിന് ട്രാൻസ്ഫെക്റ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ എല്ലിന് ട്രാൻസ് ആയിട്ട് നമ്മുടെ X എന്ന് പറയുന്ന ഒരു ലിഗാൻഡ് ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിച്ചു, അതായത് ഈ മെറ്റൽ അയോണുമ്മേ ഡി ഓർബിറ്റൽസ് ഉണ്ട്, അതിൽ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഈ മെറ്റൽ അയോൺസിൻ്റെ ഇലക്ട്രോൺസ് ഈ ലിഗാൻഡ് നമ്മൾ ഈ കാണിക്കുന്ന എല്ലിന് ഓപ്പോസിറ്റ് കിടക്കുന്ന X എന്ന് പറയുന്ന ലിഗാൻഡ് ഇതിൽ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അവിടെ ഒരു എന്ത് സംഭവിക്കും, ഒരു പൈ ബോണ്ടിങ് സംഭവിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇപ്പോൾ ഇത് നോക്കുക, നമ്മുടെ കോംപ്ലക്സ് Y എന്ന് പറയുന്ന ഒരു അറ്റാക്കിങ് ഏജൻറ്റ് വന്നു. അപ്പോൾ ട്രയാഗണൽ ബൈപെരിമിഡലായിട്ട് മാറി. അപ്പോൾ ഇതിൽ L എന്ന് പറയുന്ന ലിഗാൻഡ് ഉണ്ട്, മെറ്റലുമ്മ ഓർബിറ്റൽസ് ഉണ്ട്. ഈ L എന്ന് പറയുന്ന ലിഗാൻഡ് മെറ്റലുമ്മ കിടക്കുന്ന ഓർബിറ്റൽസ് ആയിട്ട് എന്ത് സംഭവിച്ചു, പൈ ബോണ്ടിങ് ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ പൈ ബോണ്ടിങ് വരുന്നതോടുകൂടെ Xന് എന്ത് സംഭവിച്ചു, പോവാനുള്ളൊരു ഇത് കൂടുതലാണ്, പോകാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ലിഗാൻഡിൽ എംറ്റി ആയിട്ടുള്ള പൈ ഓർബിറ്റൽസ് ഉണ്ട്. L എന്ന് പറയുന്ന ലിഗാൻഡിൽ നമ്മുടെ മെറ്റലിനാണെങ്കിൽ എന്തുണ്ട്, ഫിൽഡ് ആയിട്ടുള്ള നോൺ ബോണ്ടിങ് ഡി പൈ ഓർബിറ്റൽസും ഉണ്ട്. അപ്പോൾ ഈ സ്ക്വയർ പ്ലാനാർ ഇത് നമ്മൾ XY പ്ലെയിനിലാണ് നമ്മൾ കൺസിഡർ, സ്ക്വയർ പ്ലാനാർ സാധനങ്ങൾ XY പ്ലെയിനിലാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. അപ്പോൾ പൈ ബോണ്ടിങ് എന്താണ് സംഭവിക്കുക, എംറ്റി പൈ ബോണ്ടിങ് ഓർബിറ്റൽ ഓഫ് ലിഗാൻഡ് L, ഫീൽഡ് DXZ ഓർബിറ്റൽ ഓഫ് മെറ്റൽ. അപ്പോൾ XY പ്ലെയിനിലാണ് നമ്മുടെ മറ്റേ കോംപ്ലക്സ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ D ഓർബിറ്റൽസ് XZ പ്ലെയിനിലേക്കാണ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ DXZ ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺസ് എന്ത് സംഭവിച്ചു, അതിലെ ഇലക്ട്രോൺസിനെ നമ്മുടെ ആര് വലിച്ചു, L വലിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻകമിങ് ന്യൂക്ലിയോഫൈൽ ആയിട്ടുള്ള Yൻ്റെ അടുത്ത് നിന്നും ഇത് ഇങ്ങോട്ടേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സുഖമായിട്ട് ഈ Yക്ക് ഇവിടെ വന്നിട്ട് ബോണ്ട് ചെയ്യാനുള്ള ഒരു ഈ പൈ ബോണ്ടിങ് വഴി ഇലക്ട്രോൺസ് അങ്ങോട്ട് വലിച്ചപ്പോൾ ഈ Yക്ക് അവിടെ ഒരു ഗ്യാപ്പ് കിട്ടി. അതേസമയം Xനായിട്ടുള്ള ബോണ്ട് ലോങ്ങർ ആയിട്ട് X അവിടെ നിന്ന് റിമൂവ് ചെയ്ത് പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ DXZ ഓർബിറ്റൽ, ഇതാണ് നമ്മുടെ Y വരുന്നത്. അപ്പോൾ ഈ DXZ ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസൊക്കെ L ഇങ്ങോട്ടേക്ക് വലിക്കുമ്പോൾ Xന് അവിടെ ബോണ്ട് ചെയ്യാൻ ഇലക്ട്രോൺസിൻ്റെ അവൈലബിലിറ്റി കുറവാണ്. അപ്പോൾ ഇതും കൂടെ വലിക്കുന്ന സമയത്ത് ആ ഒരു ഗ്യാപ്പിൽ Y വന്നിട്ട് അവിടെ പുതിയൊരു ബോണ്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ. അപ്പോൾ MX ബോണ്ട് ലോങ്ങർ ആയതുകൊണ്ട് അതെന്താണ്, നമ്മുടെ ലിഗാൻഡ് ട്രാൻസായിട്ടാണ് കിടക്കുന്നത്. ട്രാൻസായിട്ട് X വന്ന് പോയതുകൊണ്ടാണ് Xനെ ബോണ്ട് ലോങ്ങർ ആയതും. കാരണം ഇത് ട്രാൻസ് കാരണമാണ് ആക്കാനുള്ള കാരണം. അപ്പോൾ ട്രാൻസ് ഇത് നമുക്ക് ഈ രണ്ട് തിയറി വെച്ച് നോക്കുന്ന സമയത്ത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണെങ്കിലും ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണെങ്കിലും രണ്ടും ട്രാൻസ് ഇഫക്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നമുക്ക് കിട്ടി. രണ്ട് ഇഫക്റ്റും എന്താണ്, നമ്മുടെ ലിഗാൻഡിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് എത്രത്തോളം എക്സ്റ്റെൻഡ് ആണെന്നുള്ളത് മാത്രം ലിഗാൻഡിൻ്റെ നേച്ചർ അനുസരിച്ചിട്ടുള്ളത്, പക്ഷേ രണ്ടും ട്രാൻസ് ഇഫക്റ്റ് കാണിക്കുന്നത് കിട്ടി. പൈ ബോണ്ടിങ് തിയറിയുടെ തന്നെ വേറൊരു കുറച്ച് എക്സ്പ്ലനേഷനാണ് ചാറ്റ്, ഡൻകാൻസൺ, വെനൻസി, ഓർഗൽ, ഇവരൊക്കെ കൂടെയാണ് പല സ്ഥലത്ത് നിന്നാണ് കണ്ടുപിടിച്ചത്. പക്ഷേ ആദ്യം തുടങ്ങിയത് പോളിംഗ് ആയിരുന്നു. NIC ബോണ്ട്,
NiCO4 കോംപ്ലക്സിൽ NiC ബോണ്ട് എന്തുകൊണ്ടാണ് ഷോർട്ടായത്, അത് വെച്ചിട്ടാണ് തുടങ്ങിയത്. അതുപോലെ സയനോ കോംപ്ലക്സുകൾക്ക് സ്റ്റെബിലിറ്റി കൂടാനുള്ള കാരണം, ഷോർട്ടാകുമ്പോൾ സ്റ്റെബിലിറ്റി കൂടുമല്ലോ, അതിൻ്റെ എക്സ്പ്ലനേഷനാണ്. അതിൻ്റെ ജസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇങ്ങനെ പൈ ബോണ്ട് ഫോർമേഷൻ വഴി നമ്മുടെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും, ടിയിലേക്ക് ആ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇങ്ങനെ വലിക്കപ്പെടും. അപ്പോൾ ടിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഡി എന്ന് പറയുന്ന ലിഗാൻഡിന് പോകാനായിട്ട് ടെൻഡൻസി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സ്ട്രക്ചർ, ട്രാൻസിഷൻ സ്റ്റേറ്റിൻ്റെ സ്ട്രക്ചർ. പിന്നെ ടിയുടെ അടുത്തേക്കുള്ള ഇലക്ട്രോൺ ഷിഫ്റ്റ് കാരണം എൻ്ററിങ് ഗ്രൂപ്പിന് വരാൻ എളുപ്പമായിരിക്കും. ഈ എൻ്ററിങ് ഗ്രൂപ്പിന് ഓൾറെഡി ലോൺ പെയർ ഉണ്ട്. അപ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയുന്ന സമയത്ത് എന്ത് സംഭവിച്ചു, ഈ ലോൺ പെയർ വെച്ചിട്ട് അവിടെ പുതിയ ബോണ്ട് ഫോം ചെയ്യും. പൈ ബോണ്ടിങ് കാരണമാണ് ഈ ഇലക്ട്രോൺ ഡെൻസിറ്റി മാറാനുള്ള ഒരു കാരണം. പിന്നെ ഓർഗൽ പിന്നെ കുറേ ഇതന്നെ വെച്ചിട്ട് അത് സെയിം സംഭവം പറഞ്ഞു. ഡിസ്റ്റോർട്ടഡ് ട്രയാഗണൽ ബൈപിരമിഡൽ കോംപ്ലക്സ് ആണ് ട്രാൻസിഷൻ സ്റ്റേറ്റിൽ പ്രപ്പോസ് ചെയ്ത ഓർഗലായിരുന്നു. പിന്നെ പ്ലാറ്റിനം കോംപ്ലക്സിന് റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷൻ ഉണ്ടെന്ന് പറഞ്ഞത് ഓർഗലായിരുന്നു. പിന്നെ അതിൽ ആ സ്ട്രക്ചർ പറഞ്ഞത് പുള്ളിക്കാരനായതുകൊണ്ട് TDE, അതായത് നമ്മുടെ ലീവിങ് ഗ്രൂപ്പ്, എൻറ്ററിങ് ഗ്രൂപ്പ്, ട്രാൻസ് ഇഫക്റ്റ് കാണിക്കുന്ന ലിഗാൻഡ്, ഈ 3 സാധനങ്ങൾ ഒരേ പ്ലെയിനിൽ, ഇക്വറ്റോറിയൽ പ്ലെയിനിലായിരിക്കും. ബാക്കിയുള്ള അഫക്റ്റ് ചെയ്യാത്ത 2 ഗ്രൂപ്പുകൾ, ലിഗാൻഡുകൾ ആക്സിയൽ അല്ലെങ്കിൽ എപ്പിക്കൽ പൊസിഷൻസിലായിരിക്കും ഇരിക്കുക എന്നുള്ള കാര്യം പറയുന്നതൊക്കെ പുള്ളിക്കാരനായിരുന്നു. ഇപ്പോൾ പൈ ബോണ്ടിങ് കൂടും തോറും ആക്ടിവേഷൻ എനർജി, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ ആക്ടിവേഷൻ എനർജി കുറയും. അപ്പോൾ ആക്ടിവേഷൻ എനർജി കുറയുമ്പോൾ സുഖമായിട്ട് റിയാക്ഷൻ നടക്കും. അപ്പോൾ ട്രാൻസ് ഇഫക്റ്റ് കൂടുതലായിരിക്കും. അതാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ. ഇനി ഇതേപോലെയുള്ളതാണ് സിസ് ഇഫക്റ്റ്. ട്രാൻസ് ഇഫക്റ്റിൻ്റെ അത്ര ഇമ്പോർട്ടൻസ് ഇല്ല സിസ് ഇഫക്റ്റിന്, പക്ഷേ അത് ചില എക്സാമ്പിൾ, അതിന് വരുന്ന മെയിൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് തയോസൈനേറ്റ് ഹൈഡ്രോക്സൈഡ് പോലുള്ള അയോൺസ് വരുമ്പോൾ, തയോസൈനേറ്റ് ഹൈഡ്രോക്സൈഡ് പോലുള്ള അയോൺസ് വരുന്ന സമയത്ത്, ലിഗാൻസ് വരുന്ന സമയത്ത് ഈ കോംപ്ലക്സിൻ്റെ ഹൈഡ്രോളിസിസിനെ കൂട്ടും. എപ്പോൾ ഈ ലീവിങ് ഗ്രൂപ്പിന് സിസ്സായിട്ട് കിടക്കുന്ന ലിഗാൻഡ് കാരണം. അതൊരു എക്സാമ്പിളാണ്. എന്താ പറയുക, ട്രാൻസ് ഇഫക്റ്റ് പോലെ തന്നെയാണ് ട്രാൻസ് ആയിട്ട് കിടക്കുന്ന ലിഗാൻഡിന് പറയുന്നത് സിസ് ആയിട്ട് കിടക്കുന്ന ലിഗാൻഡാന്ന് മാത്രം. അപ്പോൾ ഒരു എക്സാമ്പിളാണ് COEN2XCl എന്ന് പറയുന്ന കാര്യം എടുക്കുക. CL ആണ് നമ്മുടെ ലീവിങ് ഗ്രൂപ്പ്, X ആണ് നമ്മുടെ ഈ സിസ് കാണിക്കുന്ന, സിസ് ഇഫക്റ്റ് ഉള്ള ഗ്രൂപ്പ് എന്ന് വിചാരിക്കുക, സിസ് ഇഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പ് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിനോട് എന്താ പറയുക, നമ്മുടെ OH ആണ് നമ്മുടെ വരുന്ന ലിഗാൻഡ്. അപ്പോൾ ഈ OH ലീവിങ് ഗ്രൂപ്പിൻ്റെ സിസ്സായിട്ട് കിടക്കുമ്പോൾ ഉള്ള റിയാക്ഷൻ റേറ്റും ട്രാൻസ് ആയിട്ട് കിടക്കുന്ന റിയാക്ഷൻ റേറ്റ് നോക്കുമ്പോൾ ഒരു 10 ടൈംസ് വ്യത്യാസമുണ്ട്. സിസ് ഇഫക്റ്റ് ആണ് കാരണം. അപ്പോൾ ഈ ലിഗാൻഡിന്, X എന്ന് പറയുന്ന ലിഗാൻഡിന് സ്ട്രോങ് ആയിട്ടുള്ള സിസ് ഇഫക്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാവണമെങ്കിൽ അതിനൊരു കണ്ടീഷൻ പറഞ്ഞാൽ അൺഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം. അതായത് ഓൾറെഡി സിഗ്മ ബോണ്ട് ഉണ്ടാക്കിയ പെയർ അല്ലാതെ അൺഷെയർഡ് പെയർസ് ഉണ്ടായിരിക്കണം അതിന്. അപ്പോൾ ഈ ഇലക്ട്രോൺ പെയർ നമ്മുടെ ഈ അൺഷെയ്ഡ് ഇലക്ട്രോൺ നമ്മുടെ മെറ്റലിന് D-π ബോണ്ടിലേക്ക് പൈ ബോണ്ടിലേക്ക് കൊടുക്കും. അങ്ങനെ പൈ ബോണ്ട് ഉണ്ടാക്കും. അപ്പോൾ എന്താ വരും, ഈ സ്ക്വയർ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ് ഇഫക്റ്റ് ആണെങ്കിൽ ട്രയാഗണൽ ബൈപിരമിഡൽ കോംപ്ലക്സ് ആയിരുന്നു. ഇവിടെ സ്ക്വയർ പിരമിഡൽ ആക്ടിവേഷൻ കോംപ്ലക്സിനാണ് സ്റ്റെബിലൈസ് ചെയ്യുക എനർജി, പോസിറ്റീവ് ചാർജ് കുറച്ചിട്ട്. നേരത്തെ നമ്മൾ പറഞ്ഞത് മറ്റേ ഇതായിരുന്നു. പിന്നെ ഇതിൻ്റെ പ്രത്യേകത 100% സിസ് ഐസോമറാണ് നമുക്ക് കിട്ടുക. ഇനി അതേസമയം ഇതിന് പകരം ഓർബിറ്റൽ ഓവർലാപ്പ് മറ്റേ ട്രാൻസ്പൊസിഷനിലാണ് ഉണ്ടായിരുന്നെങ്കിലോ നമ്മുടെ ട്രയാഗണൽ ബൈപിരമിഡൽ ഇതാണ് വരിക. അപ്പോൾ അതിന് നമുക്ക് സ്ക്വയർ പിരമിഡിൽ നിന്ന് ട്രയാഗണൽ ആവാൻ വേണ്ടി എനർജി വ്യത്യാസമുണ്ട്. അപ്പോൾ സ്ക്വയർ പ്ലാനാറിന് എന്താ പറയുക, സിസ് ഇഫക്റ്റ് കാണിക്കുന്നത് കൊണ്ട് അത് ആ എനർജി കുറച്ചും കൂടെ കൂടുതലായിട്ട് വരും. അപ്പോൾ സിസ് ഇഫക്റ്റ് കാണിക്കില്ലേ അങ്ങനെയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച എക്സാമ്പിൾ സിസ് ഇഫക്റ്റ് കാണിക്കുന്ന ഇതിൻ്റെ പ്രസൻസിൽ കേട്ടോ. ഇനി 2 ടൈപ്പ് ലിഗാൻസ് ആണ് സിസ് ഇഫക്റ്റ് കാണിക്കാത്തത്. ഒന്നാമത്തേന്ന് പറയുന്നത് നൈട്രോ ഗ്രൂപ്പ് പോലുള്ള ലിഗാൻസ് വരണമെങ്കിൽ അതിന് ഓൾറെഡി അത് പൈ ആക്സെപ്റ്റേഴ്സ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ സിസ് ഇഫക്റ്റ് കാണിക്കില്ല. പിന്നെ ഉള്ളത് അത് എന്താ പറയുക, പൈ ആക്സെപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പൈ ബോണ്ടിങ് വഴി ഇലക്ട്രോൺസ് വിത്ഡ്രോ ചെയ്യാൻ പറ്റും നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഈ മെക്കാനിസത്തിൽ വർക്ക് ചെയ്യില്ല. നേരത്തെ പറഞ്ഞ മെക്കാനിസം ഇതിൽ സിസ് ഇഫക്റ്റിൽ പറ്റില്ല. ഇനി അമോണിയ പോലുള്ള ലിഗാൻഡാണ് അടുത്തത്. അതിന് നമ്മൾ മെറ്റലിന് ലോൺ പെയർ കൊടുത്തതിന് ശേഷം പിന്നെ വർക്ക് ചെയ്യാൻ ലോൺ പെയർ ഇല്ല. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളും സിസ് ഇഫക്റ്റ് കാണിക്കില്ല. സിസ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ട്രാൻസ് ഇഫക്റ്റിൻ്റെ ഒറിജിൻ പോലെയാണ്. ട്രാൻസ് ഇഫക്റ്റിൻ്റെ ഓപ്പോസിറ്റ്, ട്രാൻസ് ഇഫക്റ്റിൽ ട്രാൻസ് ആയിട്ട് കിടക്കുന്ന ലിഗാൻസിൻ്റെ ബോണ്ട് വീക്കൻ ചെയ്യുന്നത് പോലെ തന്നെ സിസ് ഇഫക്റ്റിന് സിസ്സായിട്ട് കിടക്കുന്ന ലിഗാൻഡിൻ്റെ ബോണ്ടും വീക്കൻ ചെയ്യും. പക്ഷേ സിസ് ഇഫക്റ്റും എന്താ പറയുക,
സിസ് ഇഫക്റ്റിൻ്റെ എക്സാമ്പിളിൻ്റെ കേസിൽ ട്രാൻസ് ഇഫക്റ്റ് കിടക്കുന്ന അത്രയ്ക്ക് വലിയ വ്യത്യാസം വരാറില്ല. ട്രാൻസ് ഇഫക്റ്റ് അത്രയ്ക്ക് ഇഫക്റ്റ് ചെയ്യാറില്ല, സിസ് ആണ് മെയിനായിട്ട് നോക്കാറുള്ളത്. അപ്പോൾ നല്ല സിസ് ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ ട്രാൻസ് ഇഫക്റ്റിൽ ബോണ്ട് ബ്രേക്കിംഗ് കുറച്ചും കൂടെ സിമ്പിളായിരിക്കും, അങ്ങനെ റിയാക്ഷൻ റേറ്റ് കൂടും. അത്രയാണ് സിസ് ഇഫക്റ്റ് ഉള്ളത് കേട്ടോ. ലാസ്റ്റ് ടോപ്പിക്കായിരുന്നു.